ഹായ് ഫ്രണ്ട്സ്, ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിഗ്രി ലെവലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാത്സിൻ്റെ മെൻ്റലബിലിറ്റിയുടെ ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ, ADIP അടുത്ത ലെറ്റർ ഏതാ? വളരെ സിമ്പിളാണ്, കാര്യമൊന്നുമില്ല. വളരെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കഴിഞ്ഞടുത്ത ഡി വരുന്നത്. എ കഴിഞ്ഞ ഡി എത്ര ലെറ്റർ എന്ന് വെച്ചാൽ BC 2 ലെറ്റർ ഇല്ല, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്ററാണ്. BC 2 ലെറ്റർ ഇല്ല, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്ററാണ് ഡി വരുന്നത്. ഓക്കെ ആണല്ലോ. ഇവയ്ക്കിടയിൽ 2 ലെറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ ലെറ്ററാണ്. മൂന്നാമത്തെ ലെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ലെറ്ററായിട്ട് ഡി ആയിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത് നോക്കിയേ, ഡി കഴിഞ്ഞാൽ EFGHI അടുത്ത എത്ര? 5ാമത്തെ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. ഇവിടെ 5 ലെറ്റർ, ഇവിടുത്തെ എത്രാമത്തെ? 5ാമത്തെ ലെറ്ററാണ് I വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത I, അടുത്ത കഴിഞ്ഞാൽ JKLMNOP അടുത്ത എത്ര? 7ാമത്തെ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. 7ാമത്തെ ലെറ്റർ. ഓക്കെ, 7. അപ്പോൾ എന്താ? 3 ലെറ്റർ, 5 ലെറ്റർ, 7 ലെറ്റർ വെച്ചല്ലേ കൂടി പോകുന്നത്. അടുത്ത ഇപ്പോൾ എത്ര ലെറ്റർ പറഞ്ഞു? 9 ലെറ്ററിൻ്റെ ഗ്യാപ്പ് ആയിരിക്കണം പറഞ്ഞത്. അപ്പോൾ എ തൊട്ട് ഡി, എ കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ എ തൊട്ട് ഡി വരാൻ വെച്ചാൽ 3 ലെറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അടുത്ത കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ ലെറ്റർ ആയിട്ടാണ് ഡി വരുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത 5ാമത്തെ ലെറ്ററാണ് I വരുന്നത്. അത് കഴിഞ്ഞാൽ 7ാമത്തെ ലെറ്റർ ആയിട്ടാണ് P വരുന്നത്. അടുത്തത് 9ാമത്തെ ലെറ്റർ ആയിട്ടായിരിക്കണം വരേണ്ടത്. 9ാമത്തെ ലെറ്റർ ആയിട്ടായിരിക്കണം വരേണ്ടത്. ഓക്കെ, P കഴിഞ്ഞാൽ QRSTUVWXY 9ാമത്തെ ലെറ്റർ ആയിട്ട് Y ആയിരിക്കണം നമ്മുടെ ഇവിടുത്തെ ലെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ Y ആണ്. അപ്പോൾ ഒന്നുമില്ല, കാര്യമൊന്നുമില്ല. എ കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെറ്ററാണ് ഡി. എ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ, എ തൊട്ടല്ല, എ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ. ഓക്കെ, അതിന് ഡി കഴിഞ്ഞാൽ അടുത്ത 5ാമത്തെ ലെറ്ററാണ് I. അടുത്ത 7ാമത്തെ ലെറ്ററാണ് P. അടുത്ത 9ാമത്തെ ലെറ്റർ ആയിരിക്കണം വരേണ്ടത്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് Y ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് ഗോട്ട് എന്ന് പറഞ്ഞത് 7, 15, 12, 0 എങ്കിൽ നീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ കാര്യമൊന്നുമില്ല. ജി എത്രാമത്തെ ലെറ്ററാ? ABCDEFG 7ാമത്തെ ലെറ്ററാണ്. ജി 7ാമത്തെ ലെറ്ററാ. ഓക്കെ ആണല്ലോ. 7. അടുത്ത O ABCDEFGHIJKLMNO 15ാമത്തെ ലെറ്ററാണ്ടാ. 15. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ എന്താ? എ എത്രാമത്തെ ലെറ്ററാ? 1ാമത്തെ ലെറ്ററാ. ഓക്കെ, അടുത്ത ടി എത്രാമത്തെ? 20ാമത്തെ ലെറ്ററാ. ടി 20ാമത്തെ ലെറ്ററാ. മനസ്സിലായോ? അപ്പോൾ 7ാമത്തെ ലെറ്ററാണ് ജി, 15ാമത്തെ ലെറ്ററാണ് O, 1ാമത്തെ ലെറ്ററാണ് എ, അതേപോലെ തന്നെ 20ാമത്തെ ലെറ്ററാണ് ടി എന്ന് പറഞ്ഞത്. ആ നമ്പർ എത്രാമത്തെ ലെറ്റർ ആണോ അതാണ് ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് N എന്ന് പറഞ്ഞാൽ 14, M13, N14 14ാമത്തെ ലെറ്ററാണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്ററാണ്. എ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലെറ്ററാ. ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ലെറ്ററാ. 14, 51, 20 ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഈ N എത്രാമത് വരുന്ന ലെറ്റർ നോക്കിയാൽ മതി. കാര്യം 26 ലെറ്ററിൽ 13 വരെ ആകുമ്പോൾ M, N ആകുമ്പോൾ 14ാമത്തെ ലെറ്റർ. ഓക്കെ, ഇ 5ാമത്തെ ലെറ്ററാ. എ 1ാമത്തെ ലെറ്ററാ. ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ലെറ്ററാ. ആൻസർ 14, 51, 20 ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞേ, 2010 ജനുവരി 15 വെള്ളിയാഴ്ച ജനിച്ചൊരു കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ അത് ഏതാഴ്ചയായിരിക്കും? 5ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ ജന്മദിനം ഏതാഴ്ചയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 5 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് ജനിച്ചത് ഏതാഴ്ചയായിരിക്കും? ഇതിനകത്ത് കാര്യമൊന്നുമില്ല. 2010 ജനുവരി 15 വെള്ളിയാഴ്ച ഇതാണല്ലോ. നമ്മൾ വേറെ പ്രത്യേകിച്ച് വേണം, വളരെ എളുപ്പം. ഒറ്റ ട്രിക്ക് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്ക് വേണേൽ ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2010 ജനുവരി 15 വെള്ളി, 11, 12, 13, 14, 15 ആകുമ്പോഴാണ് ആ കൊച്ചിന് 5 വയസ്സാവുന്നത്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ, ഒറ്റ കാര്യം. അപ്പോൾ 2015 ജനുവരി 15-ാം തീയതി ആകുമ്പോഴാണ് ആ കൊച്ചിന് എത്ര വയസ്സാവുന്നത്? 5 വയസ്സാവുന്നത്. അത് ഏത് ദിവസമാണ് ചോദിച്ചേക്കുന്നത്? നമ്മളിത് ചെയ്യാൻ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ച ദിവസം ഏതാ? വെള്ളിയാഴ്ച. അത് എഴുതണം, വെള്ളി. പ്ലസ് എത്ര വയസ്സ് കഴിയുമ്പോൾ എത്ര വയസ്സാവണം? 5 വയസ്സ്. അപ്പോൾ 5 വർഷം. 5 വയസ്സാവണം, 5 വർഷം എടുക്കത്തില്ലയോ? ആ 5 ഇതിൻ്റെ കൂടെ കൂട്ടണം. 5. ഓക്കെ, യെസ്, വെള്ളിയുടെ കൂടെ 5 കൂട്ടണം. 2010 മുതൽ 2010 ജനിച്ച കുട്ടിക്ക് 2015 ആകുമ്പോഴാണ് 5 വയസ്സ് പൂർത്തിയാകുന്നത്. 2010 ജനിച്ച കുട്ടി 2015 5 വയസ്സ് പൂർത്തിയാകുന്നത്. ഓക്കെ ആണല്ലോ? 2010 മുതൽ 2015 വരെ 5 വർഷമുണ്ട്. ഈ 2010 മുതൽ 2015 എത്ര അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ വരുമെന്ന് നോക്കണം.
ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫെബ്രുവരി 29 ഉള്ള ദിവസം എന്ന് വെച്ചാൽ 4 വെച്ച് ഹരിക്കാൻ പറ്റുന്ന വർഷം. മനസ്സിലായല്ലോ? 2010 ഒരിക്കലും അതിവർഷമല്ല, 11 അതിവർഷമല്ല, 12 അതിവർഷമാണ്. 12 ഓക്കെ ആണല്ലോ? അപ്പോൾ 12 ആകുമ്പോൾ ഒരു അതിവർഷം വരും. 13 അല്ല, 14 അല്ല, 15 അല്ല, 16 അതിവർഷമാണ്. പക്ഷെ നമുക്ക് 15 വരെ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര അതിവർഷം വന്നു? ഒരു അതിവർഷം. മൊത്തം എത്രയായി? 5 + 1 6. അപ്പോൾ എന്താ? വെള്ളിയുടെ കൂടെ ഒരു 6 ദിവസത്തോടെ കൂട്ടിയാൽ മതി. വെള്ളിയുടെ കൂടെ 6 ദിവസത്തോടെ കൂട്ടിയാൽ വ്യാഴമായിരിക്കും. ആൻസർ എന്താണ്? വ്യാഴം. വെള്ളിയുടെ കൂടെ എന്താ? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. 6 ദിവസം കൂടുമ്പോൾ വ്യാഴം. എന്താ? വെള്ളി പ്ലസ് 5 വർഷവും എത്ര? ഒരു അതിവർഷവും. അപ്പോൾ 5 + 1 6. 6 ദിവസം കൂട്ടിയാൽ വെള്ളിയുടെ കൂടെ 6 ദിവസം നമ്മൾ കൂട്ടിയാൽ മതി. ആൻസർ വ്യാഴാഴ്ച ആയിരിക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. രമ എന്ന് പറയുന്നൊരു പെൺകുട്ടി വടക്കോട്ട് 75 മീറ്റർ നടന്നതിന് ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് 25 മീറ്ററും വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 80 മീറ്ററും പിന്നീട് വലത്തേക്ക് 45 ഡിഗ്രിയും തിരിയുന്നു എങ്കിൽ രമ ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് നടക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആദ്യം ഒരു ഡയറക്ഷൻ വരയ്ക്കണം. ഡയറക്ഷൻ വേണ്ടേ? ഇങ്ങനെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ മുകളിലുള്ളത് വടക്കായിരിക്കും, താഴെ തെക്കായിരിക്കും, വലതെടുത്ത് കിഴക്കായിരിക്കും, ഇടതെടുത്ത് പടിഞ്ഞാറായിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഇവയ്ക്കിടയിൽ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇത് 45ഉം ഇത് 45ആണ്. ഇത് മൊത്തത്തിൽ എത്ര? മൊത്തത്തിൽ ഇത് 90 ഡിഗ്രിയാണ് വരുന്നത്. മൊത്തത്തിൽ 90 ഡിഗ്രി വരും. ഇവയ്ക്കിടയിൽ ഇതിൻ്റെ ഹാഫ് ആയിട്ട് എടുക്കുമ്പോൾ ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ഇത്ര ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഒരാൾ വലത്തേക്ക് തിരി ഇടത്തേക്ക് തിരി എന്ന് പറഞ്ഞാൽ എപ്പോഴും 90 ഡിഗ്രി വേണം തിരിയാൻ. വലത്തേക്ക് തിരി ഇടത്തേക്ക് തിരി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വേണം. ഇനി 45 ഡിഗ്രി തിരിയെന്ന് എടുത്ത് പറഞ്ഞാൽ മാത്രമേ 45 തിരിയുള്ളൂ. അല്ലാതെ വലത്തേക്ക് ഇടത്തേക്ക് എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കണം തിരിയേണ്ടത്. ഓക്കെ ആണേ? നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടുന്ന് രമ യാത്ര പുറപ്പെടുക. എങ്ങോട്ടാണ് പുറപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കോട്ട്, നോർത്തിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചുമ്മാ വരച്ചിട്ടേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കണക്ക് ഇപ്പുറത്ത് വരും. ഓക്കെ, ഇപ്പോൾ നോക്കേ, രമ എന്ന് പറയുന്നത് വടക്കോട്ട് പോയി. വടക്കോട്ട് ഒരു 75 മീറ്റർ വടക്കോട്ട് നടന്ന് 75. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന രമ ഇടത്തേക്ക് തിരിയുക. ഇടത്തേക്ക് തിരിഞ്ഞു. വലത്തേക്ക് ഞാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ തിരിയണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇടത്തേക്ക് വരാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്കെതിരെ തിരിയണം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ എത്ര ഡിഗ്രി തിരിയണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 ഡിഗ്രിയും തിരിയണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രമ വന്നത് ഇവിടെ വടക്ക് വന്നിട്ട് 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഇടത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് തിരിഞ്ഞു. ഇടത്തേക്ക് തിരിഞ്ഞിട്ട് എത്ര? ഒരു 25 മീറ്റർ നടന്നു. ഒരു 25 മീറ്റർ. ഓക്കെ, വീണ്ടും രമ ഒന്നും കൂടെ ഇടത്തേക്ക് തിരിയുക. ഒരിക്കൽ കൂടി ഇടത്തേക്ക് തരിക. അപ്പോൾ വീണ്ടും പേന വെച്ചിട്ട് ഇടത്തേക്ക് തരിക വെച്ചാൽ ക്ലോക്കിലെ സൂചിക്കെതിരെ തിരിഞ്ഞ് 90 ഡിഗ്രി ഇടണം. തിരിഞ്ഞതിന് ശേഷം എത്ര? 80 മീറ്റർ നടക്കുക. ഇവിടെ എത്തുമ്പോൾ തന്നെ ചിലർക്ക് അങ്ങ് 80 ആവും, ചിലർക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ് 80 ആവും. അവർ കേൾക്കാനാണ് പറയുന്നത്. താണ്ട് ഇവിടം തൊട്ട് ഇവിടെ വരെ 75 ഉള്ളെങ്കിൽ ഇത് 75 ഉള്ളൂ. ഓക്കെ ആണല്ലോ? 75 ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കോണം. 80 ആവണമെങ്കിൽ ഇവിടെ വരെ 75 ഉള്ളെങ്കിൽ ഒരു 5 മീറ്ററൂടെ രമ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 80 ആയി. ഇവിടെ നിൽക്കുന്ന രമ ഇങ്ങനെ പേന വെച്ചുകൊണ്ട് വലത്തേക്ക് തിരിഞ്ഞു. എന്നാൽ വലത്തേക്ക് തിരിഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ തിരിയണം. 90 വലത്തേക്ക് തിരിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ 90 ഡിഗ്രിയൊക്കെ തിരിഞ്ഞേക്കണം. വലത്തേക്ക് തിരിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ 90 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ രമ എങ്ങോട്ട് നടക്കുന്നു വെച്ചാൽ പടിഞ്ഞാട്ട് നടക്കുന്നു. നമുക്ക് എഴുതാം, മനസ്സിലായി? ഇങ്ങോട്ട് ഇതാണ് വെസ്റ്റാണ്, പടിഞ്ഞാട്ടാണ്. ഇവിടെ 90 ഡിഗ്രി തിരിയാൻ പറയുന്നില്ല, 45 ഡിഗ്രി മാത്രമേ തിരിയാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്താ ഇവിടുന്ന് എൻ്റെ പകുതി, 90ൻ്റെ പകുതി ഉണ്ടായി, 90ൻ്റെ പകുതി 45. അപ്പം എന്താ അതിൻ്റെ പകുതിയെ തിരിയാവുള്ളൂ. ഇവിടെ തൊട്ട് ഇവിടെ നിന്നുണ്ട് ഞാൻ ഇനി വരയ്ക്കാതെ ഇങ്ങനെ വരച്ച ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ്. 45 ഡിഗ്രി ആവാൻ പറഞ്ഞാൽ അതിൻ്റെ പകുതി വരും. അതിൻ്റെ പകുതി വേണ്ട, ഇതാണ് ഇതാണ് മൊത്തത്തിൽ 90 വരുന്നത്. ഇത് 45, ഇത് 45. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കുന്ന രമ 45 ഡിഗ്രി വലത്തേക്ക് തിരിഞ്ഞേണ്ട. 45 ഡിഗ്രി പകുതി, 45 ഡിഗ്രി വലത്തേക്ക് തിരിഞ്ഞ് രമ ഇങ്ങോട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. മനസ്സിലായോ? ഇത് ഏത് ഡയറക്ഷനാണെന്ന് വെച്ചാൽ ഇത് സൗത്താണ്, ഇത് വെസ്റ്റ് ആണ്. സൗത്തിനും വെസ്റ്റിനും ഇടയിലുള്ള സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കാണ്. എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്. തെക്ക് പടിഞ്ഞാറ്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്. തെക്കിനും പടിഞ്ഞാറിനിടയ്ക്ക് തെക്ക് പടിഞ്ഞാറേക്കാണ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലേക്കാണ് രമ ഇപ്പോൾ നടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിക്കുന്നത് എപ്പോൾ? 3 മണിക്കും 4 മണിക്കും ഇടയിൽ. അപ്പോൾ എക്സ് മണിക്കും X+1 മണിക്കിടയിൽ, എക്സ് മണിക്കും X+1 മണിക്കിടയിൽ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിക്കുന്നത് ഓർ 0 ഡിഗ്രി വരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോയിൻസൈഡ് ചെയ്യുക എന്നൊക്കെ പറയും. മനസ്സിലായോ?
കോയിൻസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിക്കുക, അല്ലെങ്കിൽ 0 ഡിഗ്രി വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ x × 60/11 എന്തായിരിക്കണം? x × 60/11. ഇത്രയും ചെയ്താൽ വെച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. x മണിക്ക് x+1 മണിക്കൂടിൽ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഒന്നിക്കുന്നവർ 0 ഡിഗ്രി വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ x × 60/11. ഇനി നോക്കാം, x എന്ന് പറയുന്നത് 3 മണി, x+1 എന്ന് വെച്ചാൽ 4 മണി. 3 മണിക്ക് 4 മണിക്കൂടെ അപ്പോൾ x 3 മണി, x+1 4 മണി. അപ്പോൾ നമ്മൾ x എന്ന് വെച്ചാൽ എത്ര കിട്ടി? 3 കിട്ടിയല്ലോ 3 മണിക്ക്. അപ്പോൾ x ന്റെ അടുത്ത് 3 കൊടുക്കുക. 3 × 60/11 3 18 180/11 എത്ര കിട്ടുമോ? 180/11. 180നെ 11 വെച്ചിരിക്കുക. 180നെ 11 വെച്ചിരിക്കുമ്പോൾ നമുക്കതായിട്ടാ എത്ര? 1 11 11 ശിഷ്ടം 7 വരും. 6 11 66 ശിഷ്ടം 4 വരും. 6/11 4/16 4/11 കിട്ടും. എന്ന് വെച്ചാൽ 180 നിങ്ങൾ ഇങ്ങനെ ഹരിച്ചു നോക്കിയാൽ 180നെ 11 വെച്ചിരിക്കുമ്പോൾ 1 11 11 ശിഷ്ടം 7 6 11 66 ശിഷ്ടം 4 വരും. ഇനി ഹരിക്കണ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് കൊടുക്കേണ്ട വെച്ച് കണക്കൊക്കെ നിർത്തിയേക്കണം. ഇവിടെ പൂർണ്ണമായി ഹരിച്ചെത്ര കിട്ടിയെന്ന് വെച്ചാൽ 16 കിട്ടിയേക്കുന്നത്. ഇനി എത്ര ഹരിക്കാനുണ്ട്? ഈ 4നെ ഹരിക്കേണ്ടത് എത്ര വെച്ചാൽ 11 വെച്ചപ്പോൾ 16 4/11 എന്ന് വെച്ചാൽ 3 മണി കഴിഞ്ഞ് 16 4/11 മിനിറ്റിനായിരിക്കും ഈ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിക്കുന്ന, അല്ലെങ്കിൽ പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 0 ഡിഗ്രി വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ PSCയുടെ ഓപ്ഷനകത്ത് ചിലപ്പോൾ ഈ 16 4/11 കാണത്തുള്ളൂ, ചിലപ്പോൾ 3 മണി കഴിഞ്ഞ് 16 4/11 ഇങ്ങനെ ഏതെങ്കിലും കാണും. ഓക്കെ, ഇപ്പം ആൻസർ 16 4/11. ഓക്കെ ആണോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 സംഖ്യകളുടെ തുക 10, അവയുടെ ഗുണനഫലം 20 അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 2 സംഖ്യയുടെ തുക, ഒന്നാമത്തെ സംഖ്യ x എന്ന് എടുക്കാം, രണ്ടാമത്തെ സംഖ്യ y എന്ന് എടുക്കാം. 2 സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ എക്സും വൈ കൂടെ കൂട്ടുന്ന x+y. ഓക്കെ ആണോ? എക്സും വൈയുടെ കൂടുമ്പോൾ x+y. ഇത് 10. അവയുടെ ഗുണനഫലം എന്ന് വെച്ചാൽ എക്സും വൈയുടെ ഗുണിക്കുക വെച്ചാൽ XY എന്ന് വെച്ചാൽ 20. ഇവിടെ വിൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കലിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്, തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ സംഖ്യ x ആണെങ്കിൽ എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/x ആയിരിക്കും. ഒന്നാമത്തെ സംഖ്യ x ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/x. സംഖ്യ എക്സിന്റെ വിൽക്രമം എന്ന് വെച്ചാൽ 1/x ആയിരിക്കും. തിരിച്ചിട്ടാൽ മതി. എന്നുവെച്ചാൽ ഏത് സംഖ്യ ഇപ്പോൾ x എന്ന് എഴുതിയാൽ എക്സിന്റെ താഴെ ഒരു 1 ഉണ്ട്. ഇത് തിരിച്ചിടുന്നതാണ് 1/x. ഇതാണ് വിൽക്രമം എന്ന് പറയുന്നത്. ഓക്കെ, y എന്ന് പറഞ്ഞാൽ y/1 തിരിച്ചിടുമ്പോൾ 1/y എന്ന് വരും. 1/y. ഓക്കെ ആണല്ലോ? തിരുമ്പോൾ 1/y വരും. ഇവയുടെ തുക 1/xന്റെയും 1/yയുടെയും തുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 1/xും 1/y എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/1 എന്താ x × y എന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈയുടെ ഗുണിക്കുമ്പോൾ XY എന്ന് കിട്ടും. എക്സും വൈയുടെ ഗുണിച്ച് XY എന്ന് താഴെ എഴുതും. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 × y എന്ന് വെച്ചാൽ 1y പ്ലസ് ഇത് ഗുണിക്കാം 1 × x ഒരു x. എത്ര കിട്ടി? y+x എന്ന് എഴുതിയാലും x+y എന്ന് എഴുതിയാലും ഒന്ന് തന്നെ. x+y എന്ന് പറഞ്ഞാലും y+s എന്ന് എഴുതിയാലും ഒന്ന് തന്നെ. 5 + 2 7. 2 + 5 7. 5ഉം 2 കൂടെ കൂട്ടിയാലും 2ഉം 5 കൂടെ കൂട്ടിയാലും 7 തന്നെ. അപ്പോൾ എക്സും വൈയുടെ കൂട്ടിയാലും y x കൂടെ കൂട്ടിയാലും ഒരു ഉത്തരം തന്നെ. അപ്പോൾ എന്താ എക്സും വൈയുടെ കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 10 കിട്ടിയിട്ടുണ്ട്. 10 ഡിവൈഡഡ് ബൈ x × y ആണ് XY. അതുകൊണ്ട് XY അവർ കിട്ടിയിട്ടുണ്ട്. XY എന്ന് പറഞ്ഞാൽ എത്ര? 20 ആണ്. അപ്പോൾ എന്താ 10/20. നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ വേണേൽ വെട്ടി ചെറുതാക്കാം. ഒരു 10 2 10 20 1/2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? 1/2. അപ്പോൾ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 10ഉം ഗുണനഫലം 20 അവയുടെ വിൽക്രമങ്ങളുടെ തുക y+x ഡിവൈഡഡ് ബൈ XY എന്ന് വെച്ചാൽ 10/20 1/2 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. കാര്യം എന്താ? XYയുടെ x+yയുടെ വില ഇവിടെ ഇട്ട് കൊടുത്താൽ XYയുടെ വില x+yയുടെ വില ഓൾറെഡി തന്നിട്ടുണ്ട് 10, XYയുടെ വില ഓൾറെഡി തന്നിട്ടുണ്ട് 20. 10/20 വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സ്കൂളിൽ ആകെ 400 കുട്ടികൾ പഠിക്കുന്നു. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 3:5 ആയാൽ എത്ര ആൺകുട്ടികൾ കൂടി വന്നാലാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം തുല്യമാകുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വന്നിട്ടുണ്ട്. അവർ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര? 400 പേരാണ് ഉള്ളത്. അവിടെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാൽ 3:5 ആണ്. 3:5. ഇത് പല രീതി കണ്ടുപിടിക്കാം. ആദ്യം ബോയ്സിൻ്റെ എണ്ണം മൊത്തം കണ്ടുപിടിക്കാം, ഗേൾസിൻ്റെ എണ്ണം മൊത്തം കണ്ടുപിടിക്കാം. ഗേൾസിൻ്റെ എണ്ണം മൊത്തം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്ന് പിന്നെ ഇനി എത്ര പേര് വേണമെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ എത്ര ഉണ്ട്? ഗേൾസ് 5 ഉണ്ട്. ബോയ്സ് എത്ര ഉണ്ട്? 3 ഉണ്ട്. ഈ ഗേൾസ് 5 എന്നുള്ളത് ഇവിടെ ബോയ്സ് 3 ഉള്ളൂ. ഇവിടെ ഒരു 2 ബോയ്സും കൂടെ വന്നാലേ ഇതും 5 ആവത്തുള്ളൂ എന്ന് വിചാരിച്ചു. ബോയ്സിൻ്റെ ഭാഗം 3 ആണ്,
ഗേൾസിൻ്റെ ഭാഗം 5 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു 2 ഭാഗം ബോയ്സോടെ വന്നാൽ ഇതും 5 ആയി ഇതും 5 ആയി. അപ്പോൾ രണ്ടുപേരും തുല്യമായി. കാര്യം എന്താ, പുതുതായിട്ട് ഒരാളെ കൊണ്ടുവരിക, ബോയ്സിനെ കൊണ്ടുവരിക. ഗേൾസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഗേൾസ് 5 എന്നുള്ളത് 5 തന്നെയാണ്. അതിലേക്ക് ബോയ്സിനൂടെ കൊണ്ടുവന്ന് ഈക്വലാക്കണം. അപ്പോൾ എന്തുവാ, ഈ 3 എന്നുള്ള ബോയ്സ് 2 ഭാഗം കൂടെ വന്നാൽ 5 ആവും. അപ്പോൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം 5 ആവും, തുല്യമാവും. അപ്പോൾ ഇതെങ്ങനെ എളുപ്പം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഈ 5 3 കൂട്ടണം. 5 3 കൂടുമ്പോൾ 8. ഇതാണ് ടോട്ടൽ. ഈ ടോട്ടൽ 8 എന്ന് പറയുന്നതാണ് ഈ 400 കുട്ടികളെന്ന് പറഞ്ഞാൽ. ഇതിൽ 3 എടുത്താൽ ബോയ്സിൻ്റെ എണ്ണം കിട്ടും, 5 എടുത്താൽ ഗേൾസിൻ്റെ എണ്ണം കിട്ടും. ഇപ്പോൾ ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൽ 8ൽ 3 എടുത്താൽ ബോയ്സിൻ്റെ എണ്ണം കിട്ടും, ഇൻറ്റു 400. ഇങ്ങനെ ചെയ്യണ്ട, ചെയ്താൽ ഗേൾസിൻ്റെ എണ്ണം ചോദിച്ചാൽ എത്രയാണോ, 8ൽ 5 എടുത്താൽ മതി, ഇൻറ്റു 400 ചെയ്യുമ്പോൾ ഗേൾസിൻ്റെ എണ്ണം കിട്ടും. അതിൽ നിന്ന് ബോയ്സിൻ്റെ എണ്ണം എത്ര ഇവിടെ കിട്ടുമ്പോൾ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 150 കിട്ടും, ഗേൾസിൻ്റെ എണ്ണം 250 കിട്ടും. 250 150 150 250 എത്ര പേര് വേണമെന്ന് വെച്ചാൽ 100 പേരൂടെ വേണം. ഇങ്ങനെ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് ഗുണിക്കുമ്പോൾ ഇവിടെ കിട്ടും, ഇവിടെ തന്നെ 150, ഇവിടെ വിട്ടുമ്പോൾ 8 5 25 250. ബോയ്സ് 150, ഗേൾസ് 250. അപ്പോൾ 250 ഗേൾസ് ഉണ്ട്, ബോയ്സിനെയും 250 ആക്കണമെങ്കിൽ എത്ര പേരോടാണെന്ന് വെച്ചാൽ ഒരു 100 പേരോടാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആൻസർ 100 ആണ്. ഇത്രയൊന്നും ചെയ്യണമെന്നില്ല, നമുക്ക് എളുപ്പം അങ്ങ് ചെയ്യാം. മൊത്തം ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് 5 3 കൂടുമ്പോൾ എത്ര കിട്ടും, 8. ഈ 8ൽ 3 ഭാഗം ബോയ്സ്, നേരത്തെ പറഞ്ഞത് 5 ഭാഗം ഗേൾസ്. ഇനി ഇവരെ ഈ അംശം ഈക്വൽ ആവണമെങ്കിൽ ഈ 3 കൂടെ എന്താവണം, 5 ആവണം. ഈ 3 കൂടെ ഈ 5 ആയി മാറണം. 3 5 ആവണം, എത്ര വേണം, 2 കൂടെ വേണം. അപ്പോൾ 8ൽ 2, മനസ്സിലായല്ലോ, 8ൽ 2 അല്ലെ 2/8 ആണ് ഇനി വേണ്ടത്, ഇൻറ്റു 400. വേണ്ട 1 8 40 5 10 0 എത്ര കിട്ടി, 100 പേരുടെ. ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഇത്ര സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. മൊത്തം 400 പേരാണുള്ളത്. ബോയ്സും ഗേൾസും തമ്മിലുള്ള അംശം 3:5 ആണ്. അപ്പോൾ ഇനി എത്ര ബോയ്സ് കൂടെ വന്നാലാണ് ഈക്വൽ ആവുമെന്ന് പറഞ്ഞാൽ ഇവിടെ 5 ഭാഗം ബോയ്സ് ഉണ്ട്, ഇവിടെ 3 ഭാഗം ബോയ്സ് ഉണ്ട്, 5 ഭാഗം ഗേൾസ് ഉണ്ട്. 2 ഭാഗം കൂടെ വന്നാലാണ് അത് 5 ആവുന്നത്. അപ്പോൾ 8ൽ 2 കൂടെ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കയറാൻ പറ്റും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എയുടെ വരുമാനത്തിൻ്റെ 5% ബിയുടെ വരുമാനത്തിൻ്റെ 15% തുല്യമാണ്. അതുപോലെ തന്നെ ബിയുടെ വരുമാനത്തിൻ്റെ 10% സിയുടെ വരുമാനത്തിൻ്റെ 20% തുല്യമാണ്. സിയുടെ വരുമാനം 1800 ആണ് എങ്കിൽ എ ബി സി ഇവരുടെ വരുമാനത്തിൻ്റെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എയുടെ വരുമാനത്തിൻ്റെ 5% ബിയുടെ വരുമാനത്തിൻ്റെ 15% തുല്യമായാൽ, എയുടെ വരുമാനത്തിൻ്റെ 5% ബിയുടെ വരുമാനത്തിൻ്റെ 15% തുല്യമായാൽ എയുടെയും ബിയുടെയും വരുമാനത്തിൻ്റെ അംശം എന്ന് കാണാൻ ഇത് തിരിച്ചിട്ടാൽ മതി. എയുടെ 5ഉം ബിയുടെ 15 വലിയ തുല്യം, എയുടെ 5% ബിയുടെ 15 വലിയോട് തുല്യം. അങ്ങനെ വന്നാൽ ഇത് തിരിച്ചിട്ടാൽ മതി. 15 എടുത്ത് ആദ്യം എഴുതണം, 5 എടുത്ത് താഴെ എഴുതണം. എന്ന് വെച്ചാൽ രണ്ടാമത് എഴുതണം. 15:5 ആയിരിക്കും. മനസ്സിലായല്ലോ. എയുടെ 5% ബിയുടെ 15% എന്നാണ് പറയുന്നത്. എങ്കിൽ അവരുടെ തുക അംശബന്ധം എത്രയാണെന്ന് വെച്ചാൽ വരുമാനത്തിൻ്റെ അംശബന്ധം എത്രയാണെന്ന് അറിയാൻ ആദ്യം പറയുന്ന 5 എടുത്ത് രണ്ടാമത് പറയുന്ന 15 എടുത്ത് ആദ്യം എഴുതിയിട്ടാൽ മതി. മനസ്സിലായോ. 15:5 ഇത് വെട്ടിച്ചെറുതാക്കാം, 3:1 എന്ന് കിട്ടും. 3:1. ഇനി അടുത്തത് പറയുന്നത് ബിയുടെ വരുമാനത്തിൻ്റെ 10% സിയുടെ 20% തുല്യമാണ്. അപ്പോൾ ബിയുടെ 10 സിയുടെ 20. അപ്പോൾ രണ്ടാമത് പറയുന്നത് ആദ്യം പറയുന്നത് രണ്ടാമത് തിരിച്ചിട്ടാൽ മതി. എന്ന് വെച്ചാൽ 10 ആദ്യം പറയുന്നത് അതെടുത്ത് രണ്ടാമത് എഴുതണം. 20 ആദ്യം പറയുന്നത് രണ്ടാമത് പറയുന്നത് അതെടുത്ത് ആദ്യം എഴുതണം. എന്ന് വെച്ചാൽ ബിയുടെയും സിയുടെയും വരുമാനത്തിന് അംശബന്ധം 20:10 ആണ്. 20:10 എന്ന് വെച്ചാൽ നമുക്ക് വെട്ടിച്ചെറുതാക്കാം, 2:1 എന്നും കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ എയുടെയും ബിയുടെയും വരുമാനങ്ങൾ എത്ര, പിന്നെ എയുടെ 5% ബിയുടെ 10% 15% തുല്യമാണെങ്കിൽ A:B എന്ന് വെച്ചാൽ 3:1 എന്ന് കിട്ടും. അതുപോലെ ബിയുടെ 20% 10% ബി സിയുടെ 20% തുല്യമാണെങ്കിൽ B:C എന്ന് വെച്ചാൽ 20:10 2:1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 അംശം ഒന്ന് കിട്ടി. ഏതൊക്കെയാ? A:B എന്ന് വെച്ചാൽ 3:1, B:C എന്ന് വെച്ച് കഴിഞ്ഞാൽ 2:1. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെയും ബിയുടെയും സിയുടെയും വരുമാനത്തിൻ്റെ തുക എത്രയാണ്? അപ്പോൾ ആദ്യം ആ എയുടെയും ബിയുടെയും സിയുടെയും വരുമാനത്തിൻ്റെ അംശബന്ധം ഒന്ന് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ A:B 3:1, B:C
2:1 എങ്കിൽ A:B:C ഇവരുടെ 3 പേരുടെ വരുമാനം എങ്ങനെ കണ്ടുപിടിക്കാൻ? ഒരു ഗാ അങ്ങ് വരച്ചാൽ മതി. മലയാള അക്ഷരത്തിൽ ഒരു ഗാ അങ്ങ് വരച്ചാൽ മതി. ഗാ. ഈ ഗാ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ൽ നിന്ന് 3-ൽ നിന്ന് 2-ലേക്ക്. ഈ 3ഉം 2 തമ്മിൽ ഗുണിക്കുക. ഈ 2 വെച്ച് ഗുണിക്കുക. 3 2 3 × 2 അടുത്ത ഗാ പോകുന്നത് 2-ൽ നിന്ന് 1-ലേക്ക്. ഈ 2 1 ഗുണിക്കുക. 2 × 1. അടുത്ത ഗാ വരുന്നത് 1-ൽ നിന്ന് 2-ലേക്കാ. 1 1 തമ്മിൽ ഗുണിക്കുക. ആദ്യം 3ഉം 2 ഗുണിക്കുക. അടുത്ത 2 1 ഗുണിക്കുക. അടുത്ത 1 1 ഗുണിക്കുക. ഇത്രയും ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ A:B:C എന്ന് പറഞ്ഞ് 6:2:1. എയ്ക്ക് 6 വരുമാനം, ബിക്ക് 1 വരുമാനം, 2 വരുമാനം, സിക്ക് 1 വരുമാനമാണുള്ളത്. എന്നുവെച്ചാൽ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ എയ്ക്ക് 6 ഭാഗം, ബിക്ക് 2 ഭാഗം, സിക്ക് 1 ഭാഗം. അപ്പോൾ മൊത്തത്തിൽ എത്ര ഭാഗമുണ്ട്? മൊത്തത്തിൽ ടോട്ടൽ എന്ന് പറയുന്നത് 6 + 2 + 1 6 + 2 + 1 6 + 2 + 1 എന്ന് പറയുമ്പോൾ ടോട്ടൽ 9 വരും. ഓക്കെ, 9 ഭാഗമാണുള്ളത്. 9 പാർട്ട്. ഒരു പാർട്ട് എന്ന് പറയുന്നത് മൊത്തം 9 പാർട്ടാണ്. ഒരു പാർട്ട് എന്ന് പറയുന്നതാണ് എത്ര? 1800. കാര്യം എന്താ? സിയുടെ വരുമാനം ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സിയുടെ വരുമാനം 1800 രൂപ എന്ന് പറയുന്നുണ്ട്. സിയുടെ വരുമാനം 1800. സിക്ക് എത്ര വരുമാനമുണ്ട്? ഒരു പാർട്ടേ ഉള്ളൂ. ഒരു പാർട്ടാണ് 1800. മനസ്സിലായല്ലോ? ഒരു പാർട്ട് 1800. അങ്ങനെ മൊത്തം ഒരു 3 പേരുടെ ചോദിച്ചിരിക്കുന്നത്. 6 2 8 1 9 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പാർട്ട് 1800 ആണെങ്കിൽ 9 പാർട്ട്. 9 × 1800 ടോട്ടൽ എത്ര കിട്ടും? 9 × 1800 എത്ര കിട്ടും? 16,200 രൂപ എന്നിട്ട് എത്ര കിട്ടും? 16,200 എന്നിട്ട് 16,200 ടോട്ടൽ 16,200. മനസ്സിലായോ? അപ്പോൾ എന്താണ്? എയുടെയും ബിയുടെയും എയുടെ 5%, ബിയുടെ 15% തുല്യമാണെങ്കിൽ A:B 15:5. തിരിച്ചെഴുതിയാൽ 3:1 ഉണ്ട്. ബിയുടെ 10%, സിയുടെ 20% തുല്യമാണെങ്കിൽ B:C 20:10 2:1. ഇപ്പോൾ A:B 3:1, B:C 2:1 ആയാൽ ഗാ വരച്ചാൽ A:B:C കിട്ടും. 6:2:1 കിട്ടും. 6 2 8 1 9 മൊത്തം 9 ആണ്. ഈ 9 ഭാഗത്തിൽ സിയുടെ വരുമാനം പറയുന്നുണ്ട് 1800. സിയുടെ എത്ര ഭാഗമാണ്? ഇവിടെ എയ്ക്ക് 6 ഭാഗമുണ്ട്, ബിക്ക് 2 ഭാഗമുണ്ട്, സിക്ക് 1 ഭാഗമുണ്ട്. ഒരു ഭാഗം 1800 ആണെങ്കിൽ ടോട്ടൽ 9 ഭാഗമുണ്ട്. 9 × 1800 16,200 രൂപ എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 3.12 × 3.12 പ്ലസ് 6.24 × 6.88 പ്ലസ് 6.88 × 6.88. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കേണ്ടത് ഇത് എ, ഇത് എ, 2 പ്രാവശ്യം. ഈ സംഖ്യ 2 പ്രാവശ്യം എഴുതിയിരുന്നു. അപ്പോൾ A × A പ്ലസ് ഇവിടെ 2 × 3.24 2 × 3.24 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.12 എന്ന് വെച്ചാൽ 6.24 3.12 ഇരട്ടിയാണ് 6.24. അപ്പോൾ 2 × A ഇൻറ്റു അടുത്തതായി ഇവിടെ ഒരു അടുത്ത സംഖ്യ 6.8. ഇവിടെ 6.8. അപ്പോൾ 6.8 എന്ന് വെച്ചാൽ ഇത് ബി ആയിട്ട് എടുക്കാം. A × A ഇൻറ്റു പ്ലസ് 2 × AB പ്ലസ് 6.8 × 6.8 എന്ന് വെച്ചാൽ B × B എന്ന് എഴുതാം. ഇത് 2 പ്രാവശ്യം എഴുതിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 2 × 2 എന്തോ A × A എന്ന് വെച്ചാൽ എന്തുവാ? A² പ്ലസ് 2 × A. എയുടെ ഇരട്ടി A 2 കൊണ്ട് ഗുണിക്കുന്നതാണ് 6.24. അപ്പോൾ എന്തോ 2A × B 2AB പ്ലസ് B × B B². A² പ്ലസ് 2AB പ്ലസ് B² എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? A + B ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. A + B ദ ഹോൾ സ്ക്വയർ അല്ലയോ? A² പ്ലസ് 2AB പ്ലസ് B². അപ്പോൾ ഇതിനെ ലഘൂകരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? A + B ദ ഹോൾ സ്ക്വയർ എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ A ആയിട്ട് നമ്മൾ എടുക്കുന്നത് 3.12, B ആയിട്ട് എടുക്കുന്നത് 6.28. അപ്പോൾ നമുക്ക് നോക്കാം 3. അപ്പോൾ എന്തുവാ? A + B ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? എയുടെ വാല്യൂ 3.12 പ്ലസ് ബിയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.88 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഉണ്ട്. 6 × 2 8 88 12 കൂടെ കൂട്ടുമ്പോൾ 100 എന്നിട്ട് 8 6 3 9 50 1 10 10ന്റെ സ്ക്വയർ എന്നിട്ട് 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 എന്നിട്ട്. ഇതിൻ്റെ ആൻസർ 100 കാര്യം 6 3 9 കിട്ടും. 88 12 കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ 0.12 0.88 കൂടുമ്പോൾ 1 കിട്ടും. 9 1 10 10ന്റെ സ്ക്വയർ എന്ന് അർത്ഥം. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. ഇത് കാര്യമൊന്നുമില്ല. A + B ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടേക്കോ, കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. 12 പുരുഷന്മാർക്കോ 18 സ്ത്രീകൾക്കോ 14 ദിവസം കൊണ്ട് ചെയ്യാവുന്ന ജോലി 8 സ്ത്രീകളും 8 പുരുഷന്മാരും 16 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? മനസ്സിലായല്ലോ? 12 പുരുഷന്മാർക്കോ 18 സ്ത്രീകൾക്കോ 14 ദിവസം കൊണ്ട് ചെയ്യാവുന്നൊരു ജോലി 8 പുരുഷന്മാരും 16 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കണം.
ആര് ഇവിടെ ചെയ്യുന്നത്? ആര് ചെയ്യേണ്ടത്? 12 പുരുഷന്മാർക്കോ, ആര് പറയുന്ന പുരുഷൻ എങ്ങനെ എഴുതണം? രണ്ടാമത് 18 സ്ത്രീകൾക്കോ എത്ര? 14 ദിവസം കൊണ്ട് ചെയ്യാവുന്നൊരു ജോലി. ഓക്കെ, 12 പുരുഷന്മാർക്കോ 18 സ്ത്രീകൾക്കോ 14 ദിവസം കൊണ്ട് ചെയ്യാവുന്നൊരു ജോലി. രണ്ടാമത് പറഞ്ഞേ 8 പുരുഷന്മാരും 16 സ്ത്രീകളും. അപ്പോൾ ഇവിടെ പുരുഷന്മാർ പറഞ്ഞാൽ അതേ പുരുഷനെടുത്ത് താഴെ എഴുതിയാൽ മതി. ഇവിടെ സ്ത്രീ, രണ്ടാമത് സ്ത്രീ, ആ സ്ത്രീ 18 സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ അതേ സ്ത്രീ എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ ഡേയ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം പറയുന്നത് 12 പുരുഷന്മാർ 18 സ്ത്രീകൾ 14. അപ്പോൾ 12 പുരുഷന്മാർ, തൊട്ട് താഴെ 8 പുരുഷന്മാർ. ഇവിടെ 18 സ്ത്രീകൾ പറഞ്ഞാലും താഴെ 16 സ്ത്രീ. ഇവിടെ പുരുഷൻ, അതേ പുരുഷൻ രണ്ടാമത് പറയുന്ന പുരുഷനെടുത്ത് ഇവിടെ എഴുതിയാൽ മതി. ആദ്യം പറയുന്ന സ്ത്രീ, രണ്ടാമത് പറയുന്ന സ്ത്രീ എടുത്ത് അതേപോലെ താഴെ എഴുതിയാൽ മതി. ഇത് ഡേയ്സ് 14. ഇത് വേറെ ഒന്നുമില്ല. ഇത് തമ്മിൽ ഡയറക്റ്റ് 3 അങ്ങ് ഗുണിക്കുക. ഇത് 3 അങ്ങ് ഗുണിക്കുക. ഈ 12, 18, 26 ഗുണിക്കുക. നമ്മൾ ഇങ്ങോട്ട് സ്റ്റെപ്പായിട്ട് എഴുതുക. ഓക്കെ, 12 × 18 × 14 എഴുതിയല്ലോ. എന്നിട്ട് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന പുരുഷനും ഇവിടുത്തെ രണ്ടാമത്തെ സ്ത്രീ അല്ലേ ഇവിടെ താഴെ, ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ 12 × 16 പ്ലസ് ഇതും ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്യുമ്പോൾ എന്തുവാ? 8 × 18. മനസ്സിലായി? ഇതും ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇതും ക്രോസ് ചെയ്ത് ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താ? ഒന്നാമത് പറയുന്ന പുരുഷനെ M1, ആദ്യം പറയുന്ന സ്ത്രീയെ W1, പറയുന്ന ഡേയ്സിനെ D, രണ്ടാമത് പറയുന്ന പുരുഷനെ M2, സ്ത്രീയെ W2 എന്ന് എഴുതാം. എങ്കിൽ ഇക്വേഷൻ ഇതാണ്: M1 × W1 × D ഡിവൈഡഡ് ബൈ M1 ക്രോസ് ചെയ്യുക, M1 W2, M1 W2 പ്ലസ് അടുത്തത് M2 W1 എന്ന് വെച്ചാൽ ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീ ദിവസം ഡിവൈഡഡ് ബൈ ആദ്യ പുരുഷനും രണ്ടാമത്തെ സ്ത്രീ M1 W2 പ്ലസ് ക്രോസ് ചെയ്യുക ആദ്യ സ്ത്രീയും രണ്ടാമത്തെ പുരുഷനും എന്താ M1 W1 M2 അല്ലെ M2 W1. ആദ്യ പുരുഷൻ്റെ കൂടെ രണ്ടാമത്തെ സ്ത്രീയും രണ്ടാമത്തെ പുരുഷൻ്റെ കൂടെ ആദ്യത്തെ സ്ത്രീയും ക്രോസ് ചെയ്ത് ഗുണിക്കുക. ഇത് തന്നെയാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഗുണിച്ച് കിട്ടുന്ന എൻ്റെ ആൻസർ 12 × 18 × 14 ഡിവൈഡഡ് ബൈ 12 × 16. 12 × 16 ആകുമ്പോൾ 160 32 192 പ്ലസ് 18 × 4 18 × 4 72 144. ഓക്കെ ആണല്ലോ. ഇത് കൂട്ടുക. 12 × 18 × 14 ഡിവൈഡഡ് ബൈ 200 336 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് വെച്ച് വെട്ടാം? ഇവിടെ വെട്ടാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് 6 വെച്ച് വെട്ടാം. 6 വെച്ച് വെട്ടുമ്പോൾ ഓക്കെ 6 വെച്ച് വെട്ടാം. 6 12, 5 30, 6 36. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് 7 വെച്ച് വെട്ടാം. 7 14, 8 56. ഇവിടെ വെട്ടുമ്പോൾ 1 2 2, 4 2 8, 1 2 2, 2 4. ഇവിടെ വെട്ടുമ്പോൾ 9 കിട്ടും. ആൻസർ 9 എന്നുള്ള ഉത്തരം കിട്ടും. എത്ര കിട്ടുമോ? 9 എന്ന് കിട്ടും. നമ്മളിത് ഗുണിക്കുമ്പോൾ നമുക്ക് ഞാൻ ഇങ്ങോട്ട് ബാലൻസ് ഇങ്ങോട്ട് ചെയ്യാം. ഇതെന്തുവാ? 2 × 18 × 14 ഡിവൈഡഡ് ബൈ 336 എന്നാണ്. ഇതിനെ വെട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 9 എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ M1 പുരുഷന്മാരോ W1 സ്ത്രീകളോ D ദിവസം കൊണ്ട് ചെയ്ത ജോലി, M2 പുരുഷന്മാരും W2 സ്ത്രീകളും ചേർന്ന് ചെയ്യുന്നത് M1 W1 D ഡിവൈഡഡ് ബൈ M1 W2 പ്ലസ് M2 W1 എന്ന് വെച്ചാൽ ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീ ദിവസം ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്യുക. ആദ്യ പുരുഷൻ രണ്ടാമത്തെ സ്ത്രീ, അതേപോലെ ആദ്യ സ്ത്രീ രണ്ടാമത്തെ പുരുഷൻ ക്രോസ് ചെയ്ത് ഗുണിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾ ഇക്വേഷൻ ഒന്നും കാണാൻ പിടിക്കേണ്ട. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീ ദിവസം, രണ്ടാമത്തെ പുരുഷൻ ഇവിടെ പുരുഷൻ്റെ തൊട്ട് താഴെ അടുത്ത പുരുഷന്, ഇവിടെ പറയാൻ സ്ത്രീയുടെ തൊട്ട് താഴെ സ്ത്രീയെ. ഇത് മേളത്തെ ഗുണിച്ച് മേളിൽ എഴുതുക. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഗുണിക്കുക, പ്ലസ് ചെയ്യുക. അതിനുശേഷം പ്ലസ് കൂട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വെട്ടാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 ദിവസം എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് കോളേജിലേക്ക് 4 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 5 മിനിറ്റ് നേരത്തെ എത്തി. 3 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 5 മിനിറ്റ് താമസിച്ചെത്തി. എങ്കിൽ വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള ദൂരം എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്നും കോളേജിലേക്ക് 4 km/h വേഗതയിൽ പോയപ്പോൾ 5 മിനിറ്റ് നേരത്തെ എത്തി. 3 km/h വേഗതയിൽ പോയപ്പോൾ 5 മിനിറ്റ് താമസിച്ചെത്തി. എങ്കിൽ വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ചെയ്യാനൊന്നുമില്ല, കാര്യമൊന്നുമില്ല.
വിദ്യാർത്ഥി ആദ്യം പോയ സ്പീഡിനെ സ്പീഡ് 1 എന്നെടുക്കാം. സ്പീഡ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 km/h ആണ്. 4 km/h. ഇങ്ങനെ പോയപ്പോൾ 5 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയേക്കുന്നത്. അല്ല സോറി, 5 മിനിറ്റ് നേരത്തെ എത്തിയേക്കുന്നത്. എയർലിയാണ് എത്തിയേക്കുന്നത്. രണ്ടാമത്തെ ദിവസം സ്പീഡ് 2ൽ പോയപ്പോൾ 3 km/h വേഗതയിലാണ് രണ്ടാമത്തെ ദിവസം പോയിരിക്കുന്നത്. അപ്പോൾ അത് പോയത് എന്താ? 5 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയേക്കുന്നത്. ഓക്കെ, എങ്കിൽ വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചത്. വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള ദൂരം. ഇത് കണ്ടുപിടിക്കാനൊന്നുമില്ല. ഒരു ഇക്വേഷൻ ഉണ്ട്. കണ്ടേ, S1 × S2 ഡിവൈഡഡ് ബൈ S2 - S1 × ടൈം. ഇപ്പോൾ S1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്പീഡ്, S2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്പീഡ്. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ വലുതിൽ നിന്നേ ചെറുത് കുറയ്ക്കാവുള്ളൂ. വലുതാണ് S എങ്കിൽ വലിയ ഏതാണോ അതിന് ചെറുത്. കാര്യം മൈനസ് വരാൻ പാടില്ല, മൈനസ് എടുക്കരുത്. ഇപ്പോൾ ഇവിടുത്തെ S2 ചെറുതാണ്. ഇപ്പോൾ ഇവിടെ അപ്പം S1ൽ നിന്ന് S2 കുറയ്ക്കണമെന്നുള്ളൂ. വലുത് ഡിഫറൻസ് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ടൈം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് 5 മിനിറ്റ് നേരത്തെ എത്തി, ഒന്ന് 5 മിനിറ്റ് താമസിച്ചെത്തി. ഇനി രണ്ടും നേരത്തെ എത്തിയെന്നാണ് പറയുന്നതെങ്കിൽ 5 മിനിറ്റ് നേരത്തെ, 3ൽ പോയപ്പോൾ 5 മിനിറ്റ് നേരത്തെ, 4ൽ പോയപ്പോൾ 10 മിനിറ്റ് നേരത്തെ, രണ്ടും നേരത്തെ എത്തിയെന്നാണ് പറയുന്നതെങ്കിലും 3ൽ പോയപ്പോൾ 5 മിനിറ്റ് താമസിച്ചു, 4ൽ പോയപ്പോൾ 3 മിനിറ്റ് താമസിച്ചു, രണ്ടും താമസിച്ചെത്തിയെന്നാണ് പറയുന്നതെങ്കിലും രണ്ടും നേരത്തെ എത്തിയെന്ന് പറഞ്ഞാലും രണ്ടും താമസിച്ചെത്തിയെന്ന് പറഞ്ഞാലും ശരി, ഈ സമയങ്ങൾ തമ്മിൽ അങ്ങ് കുറച്ചേക്കണം. സമയങ്ങൾ തമ്മിൽ കുറച്ചിട്ട് വേണം എടുക്കാൻ. ഇനി ഒന്ന് നേരത്തെ ഒന്ന് താമസിച്ചുവാണെങ്കിൽ സമയങ്ങൾ തമ്മിൽ കൂട്ടണം. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം ഒന്ന് 5 മിനിറ്റ് നേരത്തെ, ഒന്ന് 5 മിനിറ്റ് താമസിച്ചു. ഒന്ന് നേരത്തെയും ഒന്ന് താമസിച്ചു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സമയങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടുന്നതായിരിക്കും ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. ടൈം എന്ന് വെച്ചാൽ 5 + 5 = 10 മിനിറ്റ്. 10 മിനിറ്റ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, 10 മിനിറ്റ്. ഇനി S1 സ്പീഡ് 1 എന്ന് വെച്ചാൽ എത്ര? 4 km/h. സ്പീഡ് 2 എന്ന് വെച്ചാൽ 3 ഡിവൈഡഡ് ബൈ S2 - S1. S2 - S1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 - 4 ആണ്. വലുതിന് ചെറുത് കുറയ്ക്കൊണ്ടാണ് ഞാൻ 4 - 3 എന്ന് എഴുതി. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 10 എന്ന് എഴുതി. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ 4 എന്ന് പറയുന്നത് km/h, 3 എന്ന് പറയുന്നത് km/h. km/h ചേരുന്ന സമയം അവർ ആയിരിക്കണം. അവർ. ഈ 5 എന്ന് പറയുന്നത് മിനിറ്റാണ്. km/h ചേരുന്ന സമയം അവർ ആയിരിക്കണം. 5 എന്ന് പറയുന്നത് മിനിറ്റാണ്. അപ്പോൾ മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റണം. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ ഈ മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 കൊടുത്താൽ മതി. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60. ഇപ്പം ഇത് ഒരു മണിക്കൂർ. ഇപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി ഇത് കണക്ക് ചെയ്യാം. 4 × 3 ഡിവൈഡഡ് ബൈ 4 ന് 3 കുറച്ചാൽ 1 × 10/60 എന്ന് കിട്ടും. ഈ 0 കേട്ടോ. 1 3 3, 2 3 6, 1 2 2, 2 4. ആൻസർ 2 കിലോമീറ്റർ എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം, കോളേജിലേക്കുള്ള ദൂരം 2 കിലോമീറ്റർ ആണ്. ഒറ്റ കാര്യം പറയാം, 4 km/h വേഗതയിൽ പോയപ്പോൾ 5 മിനിറ്റ് താമസിച്ച്, നേരത്തെ 3 km/h വേഗതയിൽ പോയപ്പോൾ 5 മിനിറ്റ് താമസിച്ചു. ഒന്ന് നേരത്തെ ഒന്ന് താമസിച്ചുവാണെങ്കിൽ സമയങ്ങൾ തമ്മിൽ കൂട്ടണം. ഇനി ഇക്വേഷൻ S1 × S2 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് എന്നേ ഉള്ളൂ. ഇവിടെ ഡിഫറൻസ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇപ്പോൾ ഇവിടെ 4 ആണ്, 4 ന് 3 കുറച്ച്, അല്ലെ S2 - S1 എന്നങ്ങ് എഴുതി. ഇൻറ്റു ടൈം പറയുമ്പോൾ ഈ 10 എന്ന് പറയുന്നത് മിനിറ്റ് ആയതുകൊണ്ടും ഇത് km/h ആയതുകൊണ്ട് മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 കൊടുത്താൽ മതി. ആൻസർ 2 കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 10 km/h വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് 12 km/h വേഗതയിലും വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക് 15 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്, വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക്. ഓക്കെ ആണല്ലോ. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഇത് LCM ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. LCM ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇക്വേഷൻ വേണ്ടവർക്ക് ഞാൻ അപ്പുറത്ത് ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ നോക്കണം, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ആദ്യം പോയി ദൂരത്തെ X എന്ന് എടുക്കാം. X എന്ന് വെച്ചാൽ വേഗത X എന്ന് എടുക്കാം, 10 km/h. തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് Y km/h വേഗത എന്ന് വെച്ചാൽ 12 km/h. വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക് Z km/h, 15 km/h വേഗതയിലും സഞ്ചരിച്ച അയാളുടെ ശരാശരി വേഗത. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 10, ബിയിൽ നിന്ന് എയിലേക്ക് 12, വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക് 15 പോയാൽ അയാളുടെ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ്, നമ്മുടെ ഇക്വേഷൻ ഇതാണ്. 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz ആണ്. ഇത് ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ നല്ല ടൈം എടുക്കും. അതിനെക്കാട്ടി ഇച്ചിലൂടെ നമ്മൾ എളുപ്പമാർഗം പറയാം. ഈ 10, 12, 15 ഇതിൻ്റെ LCM കാണണം. 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെ LCM കാണണം. 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും LCM എന്ന് പറയുന്നത് 60 കിട്ടും. LCM 60 കിട്ടും.
60 കിട്ടിയല്ലോ. ഈ 60 എഴുതുക, ഈ 3 സംഖ്യയുടെ 60 എഴുതുക. എന്നിട്ട് എത്ര തുല്യ ദൂരം? എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്, വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ 3 തുല്യ ദൂരം അയാൾ യാത്ര ചെയ്യുന്നുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്, വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക്. 3 തുല്യ ദൂരം യാത്ര ചെയ്യുന്നുണ്ട്. 3 എഴുതുക. 3 ഇൻറ്റു LCM എത്ര കിട്ടി? 60 ഡിവൈഡഡ് ബൈ LCM-ആയ 60-നെ 10 വെച്ച് ഹരിക്കുക. LCM-ആയ 60-നെ 10 വെച്ച് ഹരിക്കുക. 60-നെ 10 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 6 പ്ലസ് അടുത്ത LCM-ആയ 60-നെ 12 വെച്ച് ഹരിക്കുക. 60-നെ 12 വെച്ച് ഹരിക്കുക. എത്ര കിട്ടി? 5 എഴുതുക. പ്ലസ് LCM-ആയ 60-നെ അടുത്ത എത്ര? 15 വെച്ച് ഹരിക്കുക. 15 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 4. LCM-ആയ 60-നെ 10 വെച്ച് ഹരിച്ചു, 12 വെച്ച് ഹരിച്ചു, 15 വെച്ച് ഹരിച്ചു. ഈ സംഖ്യയുടെ എല്ലാം അവിടെ കൂട്ടുക. അപ്പോൾ 3 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 6 4 10 5 15. 1 15 15 4 15 60 3 4 12. ആൻസർ 12 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് എത്ര വരുന്നത്? 12 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കണം, ആദ്യം ഇവിടെ 60 ബൈ 6 5 4 10 5 15 60-നെ 15 ശരിക്കും 4 8 3 4 12 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ വെച്ച് വേണ്ട 3 ഇൻറ്റു 10 ഇൻറ്റു 12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 12 പ്ലസ് 12 ഇൻറ്റു 15 പ്ലസ് 10 ഇൻറ്റു 15. ഓക്കെ ആണല്ലോ. യെസ്, നോക്കിയേ 3 ഇൻറ്റു 10 ഇൻറ്റു 12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 12 ഗുണം 10 120 പ്ലസ് 15 ഗുണം 10 180 പ്ലസ് 10 ഗുണം 15 150. ഓക്കെ, 3 ഇൻറ്റു 10 ഇൻറ്റു 12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 300 150 കൂടുമ്പോൾ 450. ഈ 0 വിട്ട 1 15 15 3 15 45. ഈ 3 വെട്ടിപ്പോവും 12 എന്ന് കിട്ടും. 12 കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത എന്ന് പറയുന്നത്. 12 കിലോമീറ്റർ പെർ അവർ ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഈ ഒന്നാമത്തെ XYZ ഇക്വേഷൻ പ്രകാരം ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ എളുപ്പം എന്ന് പറയുന്ന ഈ LCM ചെയ്യുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ അല്ലെങ്കിൽ 8000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ അത് 10,648 രൂപ ആയി എങ്കിൽ അത് പലിശ നിരക്ക് എത്ര? മനസ്സിലായല്ലോ. 8000 രൂപ കൂട്ടുപലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ അത് 10,648 രൂപയായി എങ്കിൽ പലിശ നിരക്ക് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം. ഇതല്ലാതെ ചെയ്യുകയാണെങ്കിൽ നല്ല ടൈം എടുക്കും, വളരെ കൂടുതൽ ടൈം എടുക്കും. നമുക്ക് എന്താ ഇത് റേഷ്യോയിലിട്ട് ചെയ്യാൻ പറ്റും. റേഷ്യോയിലിട്ടെന്ന് വെച്ചാൽ ഇവിടെ അയാളുടെ മുതൽ മുടക്ക് P എന്ന് പറയുന്നത് 8000 രൂപയാണ്. ഓക്കെ ആണല്ലോ. 3 വർഷം കഴിഞ്ഞപ്പോൾ 3 എന്ന് വെച്ചാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ പലിശ മുതൽ കഴിഞ്ഞ് A3 എന്ന് പറയാം. 3 വർഷം കഴിയുമ്പോൾ പലിശ മുതലേ നമുക്ക് A3 എന്ന് പറയാം. A3 എന്ന് വെച്ചാൽ 10,648 രൂപയായി. മനസ്സിലായല്ലോ. അപ്പോൾ P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽസ് എമൗണ്ട് ആണ്. അത് 3 വർഷം കഴിഞ്ഞപ്പോൾ അത് 10,648 രൂപയായാൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ വർഷത്തെ P എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽസ് എമൗണ്ട്. ഒന്നാമത്തെ വർഷത്തെ പലിശ മുതലിനെയാണ് നമ്മൾ A എന്ന് പറയുന്നത്. ഒരു വർഷത്തെ പലിശ മുതൽ നമുക്ക് വേണമെങ്കിൽ A1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ വർഷത്തെ പലിശ മുതൽ നമുക്ക് എന്തുവാ A2 എന്ന് കൊടുക്കാം. മൂന്നാമത്തെ വർഷത്തെ പലിശ മുതൽ നമുക്ക് A3 എന്ന് കൊടുക്കാം. നാലാമത്തെ വർഷത്തെ പലിശ മുതൽ നമുക്ക് A4 എന്ന് കൊടുക്കാം. ഇങ്ങനെ എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ പലിശ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരു തുക ഇട്ടു, 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പലിശ മുതലിനെയാണ് നമ്മൾ A1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ A1 1 വർഷം കഴിയും. 2 വർഷം കഴിയുന്നതിന് പലിശ മുതലും ആവും. നമ്മൾ സാധാരണ A എന്നാണ് പറയുന്നത്. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ഷോർട്ട് കട്ടിന് വേണ്ടി അത് A2 എന്ന് എടുക്കാം. A2 എന്ന് എടുത്താൽ നമുക്ക് മനസ്സിലാവും 2 വർഷം കഴിയുമ്പോഴുള്ള പലിശ മുതൽ. A3 എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിയുമ്പോഴുള്ള പലിശ മുതൽ. A4 എന്ന് വെച്ചാൽ 4 വർഷം കഴിയുമ്പോഴുള്ള പലിശ മുതലിനെയാണ് നമ്മൾ A4 എന്ന് എടുക്കുന്നത്. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, Pയും തന്നിട്ടുണ്ട് A3യും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി Pയും A2 ആണ് തന്നേക്കെന്ന് വിചാരിച്ചു. Pയും A2 എന്ന് വെച്ചാൽ എന്തോ 2 വർഷം കഴിയുമ്പോഴുള്ള പലിശ മുതലും തന്നിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോഴുള്ള പലിശ മുതലും തന്നാൽ നമുക്ക് പലിശ നിരക്ക് കാണണമെങ്കിൽ 2 അല്ലയോ? പലിശ നിരക്ക് കാണുന്നതിന് മുന്നേ ആദ്യത്തെ വർഷത്തെ എന്ന് വെച്ചാൽ Pയും A1 തമ്മിലുള്ള റേഷ്യോ, എപ്പോഴും P A1 തമ്മിലുള്ള റേഷ്യോ കാണാൻ 2 വർഷം കഴിയുമ്പോൾ ഉള്ളതാണെങ്കിൽ ആ തന്നേക്കുന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് അങ്ങ് എടുത്താൽ മതി. ഇനി Pയും A3യും ആണ് 3 വർഷം കഴിയുമ്പോൾ ഉള്ള തന്നേക്കുന്നത് എങ്കിൽ നമുക്ക് Pയും A1 എന്ന് വെച്ചാൽ ആദ്യത്തെ വർഷത്തെ പലിശ മുതൽ നമ്മൾ കാണാൻ ക്യൂബ് റൂട്ട് എടുത്ത്, 2 ആണെങ്കിൽ സ്ക്വയർ റൂട്ട്, 3 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇനി 4 വർഷം കഴിയുമ്പോഴുള്ള Pയും A4 ആണ് തന്നേക്കുന്നതെങ്കിൽ
പിയും A1 കാണാൻ ഇതിൻ്റെ 4th റൂട്ട് എടുത്താൽ മതി. മനസ്സിലായോ? ഞാൻ 5 വർഷം കഴിയുമ്പോൾ കാണുന്ന 5th റൂട്ട് എടുത്താൽ മതി. ഇങ്ങനെ എടുത്താൽ മതി, നമുക്ക് അവയുള്ള റേഷ്യോ കിട്ടും. ഓക്കെ, അതെന്തുവാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. വേറെ ഉദാഹരണോടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇനി നോക്കി ഇവിടെ തന്നേക്കുന്നത് എന്തുവാ? പി മുതൽ തന്നിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ ഉള്ള പലിശ മുതൽ തന്നിട്ടുണ്ട് 10,648. 3 വർഷം കഴിയുമ്പോൾ പലിശ മുതലും ചേർത്ത് 10,648 തന്നിട്ടുണ്ട്. എങ്കിൽ പിയും A1 കാണാൻ, പിയും A1 പലിശയും ആദ്യത്തെ വർഷത്തെ പലിശയും മുതലും തമ്മിലുള്ള അംശബന്ധം റേഷ്യോ കാണാൻ ഈ തന്നിരിക്കുന്ന 8,000-ൻ്റെയും 10,648-ൻ്റെയും എന്തെടുത്താൽ മതി? 3ാമത്തെ വർഷമായതുകൊണ്ട് ക്യൂബ് റൂട്ട് എടുത്താൽ മതി. 2 ആണെങ്കിൽ സ്ക്വയർ റൂട്ട്, 3 ആണെങ്കിൽ ക്യൂബ് റൂട്ട്, 4 ആണെങ്കിൽ 4th റൂട്ട്, അങ്ങനെ വെക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ക്യൂബ് റൂട്ട് ഇതിനെ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് വെട്ടിച്ചെറുതാക്കാം. P/A1 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 2 അടുത്ത് 8 വെച്ചിരിക്കാം. ഈ 8,000-നെ 8 വെച്ചിരിക്കുമ്പോൾ 1000 എന്ന് കിട്ടും. 1000 കാര്യം എന്താ? 1 8 8 ഈസ്റ്റു ഇവിടെ 8 വെച്ചിരിക്കാം. 1 8 8 ശിഷ്ടൻ 2 3 24 ഇഷ്ടം 2 3 24 1 8 8 എത്ര കിട്ടും? 1000/3331 എന്ന് കിട്ടും. ഇനി P/A1 എന്ന് വെച്ചാൽ തമ്മിലുള്ള റേഷ്യോ. P/A1 എന്നുള്ള റേഷ്യോ ഈ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 10,000-ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 1331 ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ 11. മനസ്സിലായോ? എന്ന് വെച്ചാൽ 10 രൂപ ഇട്ടാൽ 1 വർഷം കഴിയുമ്പോൾ അത് 11 രൂപ ആകും. ഈ 11 രൂപ ആകുമെന്ന് പറഞ്ഞാൽ എന്തുവാ? 10 രൂപ മുതൽ 1 രൂപ പലിശ. എങ്ങനെയാണ് എന്ന് വെച്ചാൽ പി എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന മുതൽ, എ എന്ന് വെച്ചാൽ പലിശ മുതലും. മനസ്സിലായല്ലോ? എമൗണ്ട് എന്ന് പറയും. അപ്പോൾ 10 രൂപ നമ്മൾ ഇട്ടു എങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അത് 11 രൂപ ആവുമെന്ന് വെച്ചാൽ 10 രൂപ നമ്മുടെ മുതലും 1 രൂപ പലിശയും ചേർത്താണ് 11 രൂപ ആവുന്നത്. എങ്കിൽ ഇവിടുത്തെ പലിശ നിരക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 10 രൂപ മുതൽ 11 രൂപ പലിശ മുതലാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഐ എന്ന് പറയുന്നത് 11 - 10 = 1 രൂപയാണ്. 1 രൂപ പലിശ കിട്ടി. മനസ്സിലായല്ലോ? 10 രൂപ ഇട്ട് 11 രൂപ എന്ന് വെച്ചാൽ 1 രൂപ പലിശ. പലിശ നിരക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്? 10 രൂപയ്ക്കകത്ത് എത്ര രൂപ പലിശ കിട്ടി? 10 രൂപയ്ക്കകത്ത് നമുക്ക് 1 രൂപ പലിശ കിട്ടിയിട്ടുണ്ട്. 10 രൂപയാണ് നമ്മൾ ഇട്ടേക്കുന്ന മുതൽ, അതിൽ 11 രൂപ എന്ന് വെച്ചാൽ 1 രൂപ പലിശ. 10 രൂപയ്ക്കകത്ത് 1 രൂപ പലിശ. അത് എത്ര ശതമാനം എന്നറിയാൻ × 100. ഈ 0 ഇട്ടുക, ഒരു 10 നമ്മുടെ ആൻസർ 10%. ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നല്ല ടൈം എടുക്കും. റേഷ്യോ ചെയ്താൽ നമ്മൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാം. പി എന്ന് വെച്ചാൽ 8,000 രൂപയാണ്. നമ്മളത് 3 വർഷം കഴിയുമ്പോൾ 10,648 രൂപയായി എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ ഇട്ട ഈ 8,000 രൂപ മുതലും ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 2,648 രൂപ പലിശയും കിട്ടിയിട്ടുണ്ട്. അത് കൂട്ടുപലിശയ്ക്കാണ് ഇട്ടേക്കുന്നത് 3 വർഷം കഴിയുമ്പോൾ. അപ്പോൾ എത്ര രൂപയാണ് അവിടുത്തെ പലിശ നിരക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധാരണ പലിശയുടെ കൂട്ടല്ല കൂട്ടുപലിശ. ഓരോ വർഷം കഴിയുന്തോറുമ്പോൾ പലിശ മുതലിനോടുകൂടി കൂട്ടിയിട്ട് പലിശയ്ക്കും കൂടെ പലിശ തരുന്ന സമ്പ്രദായമാണ് കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആ രീതി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈം എടുക്കും. അപ്പോൾ അതിന് പകരം പി ആദ്യത്തെ വർഷത്തെ മുതലും 3 വർഷം കഴിയുമ്പോഴുള്ള പലിശ മുതലും തന്നാൽ അവയുള്ള ആദ്യത്തെ മുതലും ആദ്യത്തെ വർഷത്തെ പലിശ മുതലും കാണാൻ ക്യൂബ് റൂട്ട് എടുക്കണം. ഇനി 2 വർഷമാണെങ്കിലോ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 3 വർഷത്തെ ഉള്ളത്, ഇത് 3 വർഷത്തെ. നമുക്ക് 2 വർഷത്തിൻ്റെ ഈ ട്രിക്ക് വെച്ചിട്ട് നോക്കാം. നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 10%. ആൻസർ 10%. ഓക്കെ, നമുക്കിത് കുറച്ചുകൂടെ കൺവിൻസ് ആവാൻ വേണ്ടി ഞാൻ പറയാം. ഒരാൾ ഒരു 1000 രൂപ 100 രൂപ ഇട്ടു. 2 വർഷം കഴിയുമ്പോൾ 1,144 രൂപയായി. 100 രൂപ ഇട്ട് 2 വർഷം A2 ആണ്. 2 വർഷം കഴിയുമ്പോൾ 144 രൂപയായി. എങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പിയും A1 P/A1 എപ്പോഴും കിട്ടത്തുള്ളൂ. കിട്ടാൻ വേണ്ടി ഇത് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവയുടെ എത്ര 100/144 ഇവയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. കാര്യം എന്താ? 2 വർഷം കഴിഞ്ഞ് കണ്ടുകൊണ്ട് സ്ക്വയർ റൂട്ട്. നേരത്തെ പറഞ്ഞത് 3 വർഷം കണ്ടുകൊണ്ട് നമ്മൾ ക്യൂബ് റൂട്ട് എടുത്ത് ഇവിടെ സ്ക്വയർ റൂട്ട് എടുത്തു. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതാ P/A1 എന്ന് പറയുന്നത് 10ൻ്റെ 100ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 10, ഇതിൻ്റെത് 12. 114 സ്ക്വയർ റൂട്ട് 14. മനസ്സിലായ? 12 കിട്ടി. മനസ്സിലായ? 100ൻ്റെ സ്ക്വയർ റൂട്ട് 10, 114 12. 10 രൂപ 12 രൂപയായി. 10 രൂപ 12 രൂപയായി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്ര? ഐ എന്ന് പറയുന്നത് 2 രൂപയാണ്. 2 രൂപയാണ് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? 12 - 10 = 2 രൂപ. അത് പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? 10 രൂപയ്ക്ക് 2 രൂപ പലിശ കിട്ടി. 10 രൂപയ്ക്ക് 2 രൂപ പലിശ കിട്ടി. 10 രൂപയ്ക്ക് എത്ര? 2 രൂപ പലിശ. അപ്പോൾ അത് പലിശ നിരക്കറിയാം × 100. ഈ 0 ഇട്ട് ആൻസർ 20% എന്നിട്ട് എത്ര ഇട്ടിടോ? 20% എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ശരിയാന്ന് നോക്കാം. 100 രൂപ ഞാൻ ബാങ്കിലിടുക. 100 രൂപ ബാങ്കിലിട്ടു.
100 രൂപ ബാങ്കിലിട്ടു. ഓക്കെ, നമുക്ക് 2 വർഷം കഴിയുമ്പോൾ അത് 20% പലിശനിരക്കിൽ എത്ര രൂപ ആവും എന്ന് പറയാൻ നമ്മുടെ A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങ് ഉപയോഗിക്കുക ഞാൻ. അല്ല വേറെ 1 ഒക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, P എന്ന് വെച്ചാൽ എത്ര? 100 രൂപ ഇൻറ്റു 1 + 20/100 ദ ഹോൾ റൈസ് ടു 2. 100 ഇൻറ്റു 100 + 20 120. 120/100 ദ ഹോൾ റൈസ് ടു 2. ഓക്കെ ആണല്ലോ. 100 ഇൻറ്റു 120/100 ഇൻറ്റു 120/100. ഈ 100ഉം ഈ 100ഉം ക്യാൻസലായി. ഈ 0 വിട്ട് ഈ 0 ഉണ്ട്. 12 × 12 എത്ര? 154 രൂപ. 100 ഇട്ട് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ 154 രൂപ ആവുന്നില്ലാണ്ട് 154 രൂപ ആയി. അതപ്പോൾ പലിശനിരക്ക് എത്ര? ഞാൻ 20% ഇട്ട് കൊടുത്തേ. 20% ഇട്ട് കൊടുത്തപ്പോൾ 154 രൂപ ആയത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിന് 100 154 തന്നാൽ പലിശനിരക്ക് എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 20% കണ്ടുപിടിച്ചില്ലയോ? ഇതേ ട്രിക്ക് തന്നെ അവിടെ 3 വർഷം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 3 വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇനി 4 വർഷം പറഞ്ഞാൽ 4th റൂട്ട്, 5 വർഷം പറഞ്ഞാൽ 5th റൂട്ട്. ഇപ്പോൾ ആലോചിക്കണം, കിട്ടുന്നത് മുതലും പലിശയും മുതലും ചേർത്തുള്ള തുകയും കൂടെ ചേർത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. P-യും A1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ എടുക്കുമ്പോൾ. ഓക്കെ ആണല്ലോ. അതിൽ നിന്ന് റേഷ്യോ വെച്ചിട്ട് ഇൻട്രസ്റ്റ് അങ്ങ് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉപരിതല വിസ്തീർണവും വ്യാപ്തവും തുല്യമായിട്ടുള്ള ഒരു ഗോളത്തിൻ്റെ ആരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണവും വ്യാപ്തം ഒരിക്കലും തുല്യമാകത്തില്ല. ഒരേ സംഖ്യ തന്നെ വരത്തുള്ളൂ, ഒരിക്കലും തുല്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഗോളത്തിൻ്റെ വ്യാപ്തവും ഉപരിതല വിസ്തീർണവും ഒരേ സംഖ്യയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം യൂണിറ്റുകൾക്കകത്ത് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഉപരിതല വിസ്തീർണം പറയുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറും വ്യാപ്തം പറയുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബുമാണ്. സെൻറ്റിമീറ്റർ സ്ക്വയറും സെൻറ്റിമീറ്റർ ക്യൂബും ഒരിക്കലും തുല്യമാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സംഖ്യയാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, തുല്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് ന്യൂമറിക്കലി അതിൻ്റെ അല്ലെങ്കിൽ അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. മനസ്സിലായല്ലോ? കറക്റ്റ് അർത്ഥം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനത് ഇപ്പോൾ കാര്യം പറഞ്ഞുതരാം. അത് വിട്ടുതരാം. നമുക്ക് ഇങ്ങനെ തുല്യമാണെന്ന് പറയുന്ന കേസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് നിങ്ങൾ ചെയ്യാനൊന്നും നിൽക്കേണ്ട, ഇത് കാണാതെ ഉത്തരം പഠിച്ച് വെച്ചാൽ മതി. ഞാനിത് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാണാതെ ഉത്തരം പഠിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ ആൻസർ, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തവും ഉപരിതല വിസ്തീർണവും ഒരേ സംഖ്യ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തുല്യമാണെന്ന് പറഞ്ഞാൽ ആരം എപ്പോഴും 3 ആയിരിക്കും. അത് മാറത്തില്ല, അത് ഫിക്സഡ് ആണ്, അത് 3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ 4πr² ആണ്. ഓക്കെ ആണല്ലോ. വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/3 πr³ ആണ്. ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞാൽ, തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു കൊടുക്കാം. ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr²ഉം വ്യാപ്തം 4/3 πr³ ആണ്. ഇത് രണ്ടും എന്താണ്? തുല്യമായതുകൊണ്ട് നമുക്ക് ഈക്വൽ ടു കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ആരം കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് ആരം? കണ്ടുപിടിക്കേണ്ട ആരം ഒഴിച്ച് ബാക്കിയെല്ലാം ഇനി സമത്തിന് ഇപ്പുറം കൊണ്ടുവരണം. അപ്പോൾ എന്തോ 4π, വരയുടെ താഴെ 3 കിടക്കുന്നത് ഹരിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കണം. വരയുടെ മേളിൽ പോകണം. വരയുടെ മേളിലാണ് 4 കിടക്കുന്നത്, ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ താഴെ വരണം. വരയുടെ മേളിലാണ് പൈ കിടക്കുന്നത്, ഇപ്പുറത്ത് കൂടെ ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ താഴെ വരണം. ഈക്വൽ ടു ഇവിടെ ഒരു r³, ഇവിടെ ഒരു r² ഗുണിച്ചേക്കുക ഇപ്പുറത്ത് വരുമ്പോൾ /r². ഈ മേളിൽ കിടന്ന r² ഇപ്പുറത്ത് വരുമ്പോൾ താഴെ വന്ന്, മേളിൽ കിടന്ന 4 ഇപ്പുറത്ത് താഴെ വന്ന്, മേളിൽ കിടന്ന പൈ താഴെ വന്ന്, താഴെ കിടന്ന 3 മേളിൽ പോയി. ഓക്കെ ആണല്ലോ. പൈയും വെട്ടാം, 4ഉം വെട്ടാം. ഇനി 3/r². r³ എന്ന് വെച്ച് കഴിഞ്ഞാൽ r × r ആണ് r³ r² എന്ന് വെച്ചാൽ ഇതാണ് r × r ആണ് എന്തെന്ന് പറഞ്ഞത് r². ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? മേളിൽ നിന്ന് ഒരു 6, താഴെ ഒരു 6, ഇവിടുത്തെ 6, ഇവിടെ 6 വെട്ടി, പിന്നെ ബാക്കി എന്തുകൊണ്ട്? ഒരു 6 മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ r²ഉം r³ 2 r² വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 6. ആരം എന്ന് പറയുന്നത് 3 ആണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നമ്മൾ സമയമൊന്നും കളയേണ്ട കാര്യമില്ല. വേറെ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ, അതൊരു ഗോളത്തിൻ്റെ വ്യാപ്ത ഉപരിതല വിസ്തീർണവും ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ ആരം എപ്പോഴും 3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് മാറത്തേയില്ല. ഓക്കെ, യെസ്. ഇനി ഇത് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ഒരേ സംഖ്യയായ ഉപരിതല വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ അതും കാണാതെ പഠിച്ചു വെച്ചാൽ മതി. 36 π ആയിരിക്കും. 36 π ഉപരിതല വിസ്തീർണം, സർഫസ് ഏരിയ എന്ന് പറയുന്നത് 36 π ആയിരിക്കും. അതേപോലെ തന്നെ വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത് 36 π ആയിരിക്കും. ഇത് മാറത്തില്ല. ഗോളത്തിന് വ്യാപ്തം ഉപരിതല വിസ്തീർണം ഒരേ സംഖ്യയാണെങ്കിൽ വ്യാപ്തവും 36 π ആയിരിക്കും, ഉപരിതല വിസ്തീർണം 36 π ആയിരിക്കും, ആരം 3 ആയിരിക്കും. ഓക്കെ, നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4πr², 4πr², 4 × π × ആരം എത്ര? 3ന്റെ സ്ക്വയർ, 3 × 3, 3 9, 9 4 36 π ആയിരിക്കും. മനസ്സിലായോ? ഇനി വ്യാപ്തം കണ്ടുപിടിക്കണമെങ്കിൽ 4/3 πr³.
വേണ്ടേ 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആരെന്ന് വെച്ചാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഈ 3യും 3യും ക്യാൻസലായി 3 9 36 പൈ ആയിരിക്കണ്ടോ. ഗോളത്തിന് വ്യാപ്തവും ഉപരിതല വിസ്തീർണവും ഒരേ സംഖ്യനാണെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ഈ 3 കാര്യം കാണാതെ പഠിച്ചു വെച്ചാൽ അത് കാര്യമൊന്നുമില്ല. ആരം എത്രയാണെന്ന് വെച്ചാൽ 3 ആയിരിക്കും, വ്യാപ്ത ഉപരിതല വിസ്തീർണം എത്രയാണെന്ന് വെച്ചാൽ 36 പൈ ആയിരിക്കും. ഇതും കാണാതെ പഠിക്കാമെങ്കിൽ ചെയ്യാനുള്ള സമയം നമുക്ക് ലാഭിക്കാം. കാര്യം ഇതിനകത്ത് മാറ്റം ഉണ്ടാകത്തില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ യെസ്, ഇത് ഗോളത്തിൻ്റെ കേസാണ് പറഞ്ഞത്, ഗോളത്തിൻ്റെ കേസാണ്. അർദ്ധഗോളത്തിനകത്ത് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. ഓക്കെ യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ക്യൂബ് റൂട്ട് ഓഫ് 343 വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് കാര്യമൊന്നുമില്ല. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ ഇക്വേഷൻ എന്ത് റൂട്ട് ഓഫ് a/m നമുക്ക് ഇങ്ങനെ എഴുതാം, a/m/n എന്ന് എഴുതാം. എന്ത് റൂട്ട് ഓഫ് a/m a/m/n എന്ന് എഴുതാം. ഇതേപോലെ തന്നെ ഇതും കിടക്കുന്നത് ഈ n സ്ഥാനത്ത് ഇവിടെ 3 ഇവിടെ എയുടെ സ്ഥാനത്ത് 343, എമ്മിൻ്റെ സ്ഥാനത്ത് എത്ര -2. നമുക്കിതാ ഈ ഇക്വേഷൻ ചെയ്തതുപോലെ ഈ എ വെളിയിലെടുത്ത പോലെ ഈ 343 നമുക്ക് എ രണ്ട് വെളിയിലോട്ട് എടുത്തേക്കുന്നില്ല, എ വെളിയിലോട്ട് എടുത്തേക്കുന്നതിന് 343 നമുക്ക് വെളിയിലെടുക്കാം. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 3 എൻ കൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നതല്ല, ഈ 3യെ കൊണ്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ -2 എം കൊണ്ട് ഇവിടെ ഇട്ട് കൊടുത്ത പോലെ -2 കൊണ്ട് വിട്ടു കൊടുക്കാം. മനസ്സിലായോ? എന്ത് റൂട്ട് ഓഫ് a/m a/m/n എന്ന് എഴുതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് 343 -2 എന്ന് എഴുതാം. ഇത്ര എഴുതാമല്ലോ. എന്നതിന് ശേഷം ഈ 343 വില മാറിയത് രൂപം മാറ്റാം. 343 നമുക്ക് എന്ത് എഴുതാം? 7ന്റെ ക്യൂബ് എന്ന് എഴുതാം. കാര്യം 7 × 7 49, 49 × 7 343 എന്ന് കിട്ടും. റൈസ് ടു -2/3 എന്ന് കിട്ടും. എന്നതിന് ശേഷം ഇത് തമ്മിൽ ഗുണിക്കുക എന്നർത്ഥം. അത് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, a/m ദ ഹോൾ റൈസ് എന്ന് വെച്ചാൽ a/mn എന്ന m × n mn എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഗുണിക്കുക. ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ ഈ 3യും ഈ 3 ഇവിടെ ക്യാൻസൽ ആയി പോകും. അതെങ്ങനെ ക്യാൻസൽ ആവുമെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഗുണിക്കുന്നത് 3യും എന്തോടെ ഗുണിക്കണം? -2/3 കൂടെ ഗുണിക്കണം. 3യും -2/3 കൂടെ ഗുണിക്കുമ്പോൾ ഈ 3യും 3 കൂടെ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. 3യും 3 കൂടെ ക്യാൻസൽ ആയി പോയാൽ 7/-2 എന്ന് കിട്ടും. എന്ത് കിട്ടും? 7/-2 7/-2 ഇത്ര ഓക്കെ ആണല്ലോ. ഈ 7/-2ന്റെ 7/-2 എന്ന് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇങ്ങനെ ഇവിടുത്തെ പവർ മൈനസ് ആണ് എങ്കിൽ ഈ മൈനസ് മാറ്റാൻ നമുക്കിത് തിരിച്ചിടാം. ഈ ഇതിൻ്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു 1 ഉണ്ട്. ഇത് തിരിച്ചിട്ടാൽ മതി. ഇങ്ങനെ പിന്നെ a/b ദ ഹോൾ റൈസ് ടു -m ഈസിക്കൽ ടു b/a ദ ഹോൾ റൈസ് ടു m എന്ന്. പക്ഷേ a/bയുടെ മേളത്തെ പവർ മൈനസ് ആണെങ്കിൽ മൈനസ് മാറ്റാൻ a/b തിരിച്ചിടുമ്പോൾ b/a എന്ന്. അപ്പോൾ -m +m ആവും. ഇനി ഇതിൻ്റെ മൈനസ് കൊണ്ടുവരണമെങ്കിലോ വീണ്ടും b/a തിരിച്ചിടുമ്പോൾ a/b എന്നാവും, +m -m ആവും. എന്ന് പറഞ്ഞാൽ 7/1 പവർ മൈനസ് ആയതുകൊണ്ട് മൈനസ് മാറ്റാൻ 7/1 തിരിച്ചിടുമ്പോൾ 1/7 എന്നാവും. ഈ -2 എന്നുള്ളത് +2 ആവും. മനസ്സിലായല്ലോ? +2. ഇനി എന്തുവാ? 1ന്റെ സ്ക്വയർ 1 എടുക്കണം. അതേപോലെ 7ന്റെ സ്ക്വയർ എത്ര കിട്ടി? 49 1/49 ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? 1ന്റെ സ്ക്വയർ 1, 7ന്റെ സ്ക്വയർ 49 1/49. ഓക്കെ യെസ്. നമുക്ക് ക്വസ്റ്റ്യൻ, ഒരു പഴക്കച്ചവടക്കാരൻ 20 കിലോഗ്രാം പഴം വാങ്ങി, അതിൽ കുറച്ച് കേടായിപ്പോയി. ബാക്കി വിറ്റപ്പോൾ 15 കിലോഗ്രാമിൻ്റെ മുടക്ക് മുതൽ മാത്രമേ കിട്ടിയുള്ളൂ. എങ്കിൽ അയാളുടെ നഷ്ടശതമാനം എത്ര? മനസ്സിലായോ? അപ്പോൾ എന്താണ്? 20 കിലോഗ്രാം ആണ് അയാൾ മൊത്തത്തിൽ വാങ്ങിച്ചേക്കുന്നത്. ഈ മുടക്ക് മുതൽ 20 കിലോഗ്രാം കൊടുത്ത് 20 കിലോഗ്രാം അയാൾ വാങ്ങി, എന്നിട്ട് കുറച്ച് കേടായിപ്പോയതിനു ശേഷം അവസാനം കുറച്ച് കച്ചവടം കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാൾക്ക് ഒരു 15 കിലോഗ്രാമിൻ്റെ മുടക്ക് മുതൽ ഈ മേടിച്ച വില കിട്ടിയുള്ളൂ. അപ്പോൾ 20 കിലോഗ്രാം മേടിച്ചിട്ട് കുറേയൊക്കെ കേടായിപ്പോയിട്ട് ബാക്കിയൊക്കെ കുറച്ചൊക്കെ ലാഭത്തിലൊക്കെ കയറ്റിയൊക്കെ വിറ്റെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് മൊത്തത്തിൽ 15 കിലോ മേടിച്ച പൈസ അയാൾക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. 20 കിലോ മുടക്കി, 20 കിലോയ്ക്ക് മേടിച്ചു. ഇപ്പോൾ ഉദാഹരണം 20 കിലോ കൊടുത്തിട്ട് 100 ആപ്പിൾ 20 കിലോ ആപ്പിൾ 100 രൂപ കൊടുത്ത് വാങ്ങിയിട്ട്, പക്ഷെ കച്ചവടം കഴിഞ്ഞപ്പോൾ 15 കിലോ ആപ്പിളിൻ്റെ വിലയെ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? 15 കിലോ ആപ്പിളിൻ്റെ വിലയെ കിട്ടിയിട്ടുള്ളൂ. എങ്കിൽ 1 കിലോ ആപ്പിൾ അയാൾ 10 രൂപ എടുത്ത് 20 കിലോ ആപ്പിൾ വാങ്ങിക്കുമ്പോൾ 200 രൂപ അയാൾക്ക് മുടക്ക് മുതലായി. പക്ഷെ 150 രൂപ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞേ. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാമിന് 10 രൂപ വെച്ചിട്ട് 20 കിലോ ആകുമ്പോൾ 200 രൂപയാണ്. പക്ഷേ 15 കിലോയുടെ 150 രൂപ കിട്ടിയിട്ടുള്ളൂ. 200 രൂപ മുടക്കി 150 രൂപ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ 15 കിലോയുടെ പൈസയൊക്കെ തിരിച്ചിട്ടുള്ളൂ. അപ്പോൾ അയാൾക്ക് 5 കിലോയുടെ വില നഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ 20 കിലോ അയാൾ മുടക്കി പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട്, പക്ഷേ 15 കിലോയുടെ മുടക്കിയ മുതലേ കിട്ടിയിട്ടുള്ളൂ. പൈസ ഈ 15 കിലോയ്ക്ക് എത്ര രൂപ അയാൾക്ക് ചിലവായ അത്രേ പൈസ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. 20 കിലോ മേടിച്ച്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി,
5 കിലോയുടെ മുടക്ക് മുതലേക്ക് നഷ്ടമാണ്. 20 കിലോയുടെ മുടക്ക് മുതലിൽ നിന്ന് 15 കിലോയുടെ മുടക്ക് മുതലേ കിട്ടിയിട്ടുള്ളൂ. 5 കിലോയുടെ മുടക്ക് മുതലേക്ക് നഷ്ടമാണ്. അപ്പോൾ 5 കിലോ ആണ് ഇവിടുത്തെ നഷ്ടം എന്ന് പറയുന്നത്. 5 കിലോഗ്രാമാണ്. അപ്പം നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 നഷ്ടശതമാനം. അപ്പം നഷ്ടം എത്ര? 5 കിലോഗ്രാം ബൈ വാങ്ങിയ എത്ര? 20 കിലോ. 20 കിലോയിൽ 5 കിലോ നഷ്ടം ഇൻറ്റു 100. മനസ്സിലായല്ലോ? അപ്പോൾ 20 കിലോയിൽ 5 കിലോ നഷ്ടം ഇൻറ്റു 100. ഈ 0 മട്ട 1 2 2 I 2 10 I 5 25. ആ കച്ചവടത്തിൽ അയാൾക്ക് 25% നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാര്യം എന്താ? 20 കിലോ മുടക്കിയിട്ട് ആ മുടക്ക് മുതലിനകത്തുനിന്ന് 15 കിലോയുടെ മുടക്ക് മുതൽ തിരിച്ചിട്ടിട്ടുള്ളൂ. 5 കിലോയുടെ മുടക്ക് മുതലേക്ക് നഷ്ടപ്പെട്ടു. എത്ര? 20-ൽ 5 നഷ്ടപ്പെട്ടു. അപ്പോൾ നഷ്ടശതമാനം നഷ്ടം 5 കിലോ ബൈ വാങ്ങിയ വില 20 കിലോ ഇൻറ്റു 100 കിട്ടുമ്പോൾ നമുക്ക് 25% അയാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ, 300-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട്? 300-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. 300-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകൾ? ഓക്കെ ആണല്ലോ? യെസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. 300-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഇതിന് AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്തൊക്കെ ചെയ്യാം അത് ചെയ്യാൻ സമയങ്ങൾ എന്നിട്ട് ചെയ്ത സമയങ്ങളുണ്ടാ. നിങ്ങൾ ഈ 300-നെ അങ്ങ് 7 വെച്ചിരിക്കുക. 300-നെ 7 വെച്ച് 4 7 28 ശിഷ്ടം 2 7 14 ശിഷ്ടം 6. അപ്പോൾ 42 കിട്ടും. അപ്പോൾ ഇത് 1 മുതൽ 300 വരെ 7 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുന്ന 42 സംഖ്യകളുണ്ട്. ഓക്കെ ആണല്ലോ? 500-നും ഇടയിൽ 500-നും ഇടയാകുമ്പോൾ 500-നെ ഹരിക്കണം. 500-നെ എത്ര വെച്ചിരിക്കണം? 7 വെച്ചിരിക്കണം. 7 വെച്ചിരിക്കുമ്പോൾ ഈ 500 ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരാതെ നോക്കണം. 0 ആണോ വരുന്നതെന്ന് നോക്കണം. ആണെങ്കിൽ അത് ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 7 7 49 ശിഷ്ടം 1 1 7 7 ശിഷ്ടം 3. ഓക്കെ, ഇവിടെ ശിഷ്ടം 3 ആണ് എങ്കിൽ, ശിഷ്ടം 0 ആണ് എങ്കിൽ ഈ 500-ഉം അതിൻ്റെ ഒരു 7-ൻ്റെ ഒരു ഘടകമായിട്ട് വരും. ശിഷ്ടം 0 ആണ് എങ്കിൽ ഈ 500-ഉം ഇതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ 500-ന് ഇടയിലെന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്ന സംഖ്യ 500 വരെയുള്ള സംഖ്യ കിട്ടുന്നത്. അപ്പോൾ 500 വരെയുള്ള സംഖ്യ കിട്ടുമ്പോൾ നമ്മൾ ഈ 71 എന്നുള്ളതിന് പകരം 70 എന്ന് എടുക്കാവുള്ളൂ. മനസ്സിലായല്ലോ? കാര്യം എന്താ? 500-നും ഇടയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് 500 വേണ്ട. ഇവിടെ ശിഷ്ടം 0 അല്ലാത്തതുകൊണ്ട് നമ്മൾ സേഫാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. 500-ന് മുന്നേ എത്ര വരെ? 71 ഉള്ളൂ. 500-ന് മുന്നേ 500 ഒരിക്കലും 7-ൻ്റെ ഗുണിതമല്ല. 500-ന് മുന്നേ എത്രയാണ്? 71 സംഖ്യയുള്ളൂ. അപ്പോൾ എന്താണ്? 1 മുതൽ 500 വരെ 71 സംഖ്യകളുണ്ട്. ഏതിൻ്റെ ഗുണിതം? 7-ൻ്റെ ഗുണിതം. 1 മുതൽ 500 വരെ 71 സംഖ്യകളുണ്ട്. 7-ൻ്റെ ഗുണിതം. 1 മുതൽ 300 വരെ 42 സംഖ്യകളുണ്ട്. 7-ൻ്റെ ഗുണിതം. 1 മുതൽ 300 വരെ 42 സംഖ്യ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 42 അങ്ങ് കുറച്ചാൽ മതി. മനസ്സിലായോ? 1 മുതൽ 500 വരെയുള്ള സംഖ്യയായ 71-ൽ നിന്ന് 1 മുതൽ 500 വരെയുള്ള സംഖ്യ 1 മുതൽ 300 വരെയുള്ള സംഖ്യയായ 42 കുറച്ചാൽ ബാക്കി വരുന്നത് 300 കഴിഞ്ഞ് 500-ന് മുന്നേ ഉള്ളതായിരിക്കും. മനസ്സിലായോ? 1 മുതൽ 500 വരെ 71-ൽ നിന്ന് 1 മുതൽ 300 വരെയുള്ള 42 എണ്ണം കുറച്ചാൽ ബാക്കിയുള്ളതെന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന 300-നും 500-നും ഇടയിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കിനി ഇത് നോക്കാം. 29 സംഖ്യയിലായിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? 29. ഓക്കെ. അപ്പോൾ നമുക്ക് 71-ൽ നിന്ന് 42 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 29 സംഖ്യയിലായിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള. ഏതിനൊക്കെ ഇടയിലാണ്? 300-നും 500-നും ഇടയിൽ 7 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുന്ന 29 സംഖ്യകളാണുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും പിന്നെ ഒന്നും കൂടെ ചേർന്നാൽ 100 കിട്ടും എങ്കിൽ സംഖ്യ ഇത്. ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും പിന്നെ കാൽഭാഗവും അതിൻ്റെ കൂടെ നമ്മൾ ഒന്നും കൂടെ കൂട്ടണം. എപ്പോൾ നമുക്ക് 100 കിട്ടും എങ്കിൽ സംഖ്യ ഇത് എക്സ് ഒക്കെ ഇട്ട് ഒരുപാട് സ്റ്റെപ്പ് ഇട്ട് ചെയ്യാൻ പറ്റും. അതിനെക്കാട്ട് ഏറ്റവും എളുപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പറയാം. നമുക്കിപ്പം ഈ 100 കിട്ടണമെങ്കിൽ കൂടെ എത്ര കൂടെ കൂട്ടണം? ഈ പറയുന്ന സംഖ്യയുടെ ഒരു സംഖ്യയുടെ പകുതി ഇരട്ടി എടുക്കണം, പിന്നെ ആ സംഖ്യയുടെ തന്നെ പകുതി എടുക്കണം, പിന്നെ അതിൻ്റെ കാൽഭാഗം എടുക്കണം. അതെല്ലാം കൂട്ടുന്നതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് 100 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ആ 1 കൂട്ടുമെന്ന് പറയുന്നില്ലയോ, നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ആ 1 അങ്ങ് കുറയ്ക്കണം. 100-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയുണ്ട്? 99. ആ 1 കൂട്ടിയില്ലെങ്കിൽ ബാക്കി എല്ലാവരുടെ കൂട്ടുമ്പോൾ 99 ഇല്ലയോ? സംഖ്യയുടെ ഇരട്ടി, പകുതി, കാൽഭാഗം
എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 99 കിട്ടുന്നത്. ബാക്കി 1 കൂട്ടണ്ട, ഒന്നുകൂടെ കൂട്ടിയാൽ 100 ആവും. നമുക്ക് നോക്കാം. ആ സംഖ്യ എക്സ് എളുപ്പമാർഗ്ഗമാണ്. എളുപ്പം അല്ലാതെ എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യുമ്പോൾ എക്സ് സംഖ്യ അങ്ങ് എക്സ് എടുക്കുക. സംഖ്യ എക്സ് എടുത്താൽ സംഖ്യയുടെ ഇരട്ടി 2x, പകുതി x/2, കാൽഭാഗം 1/4 x/4 അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട, ഇച്ചിരി എളുപ്പം. അങ്ങനെ തന്നെ സംഭവം വരുന്നത് എളുപ്പം. ഒരു എക്സ് അങ്ങ് ബ്രാക്കറ്റ് കൊടുക്കണം, വെളിയിൽ കൊടുക്കണം. എന്നിട്ട് വേണം ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് വെച്ചാൽ 2 പ്ലസ് പകുതി എന്ന് വെച്ചാൽ അര 1/2 പ്ലസ് കാൽഭാഗം 1/4, കാലെന്ന് വെച്ചാൽ 1/4. എക്സ് നമ്മൾ വെളിയിലിടണം. സംഖ്യയുടെ ഇരട്ടി എന്ന് വെച്ചാൽ 2, പകുതി എന്ന് വെച്ചാൽ അര, കാൽഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ഈക്വൽ ടു 99. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 100 വരും. നമ്മൾ ആ ഒന്നിനങ്ങ് ഒഴിവാക്കുക. കാര്യം എന്താ, ഇവിടെ എക്സിന് പകരം ഞാൻ ഇങ്ങനെ സംഖ്യയായിട്ട് എടുത്തേക്കുന്നുണ്ട്, ഇത് എളുപ്പം ചെയ്യാൻ. അപ്പോൾ എക്സ് ഇൻറ്റു നിങ്ങൾ നോക്കിയേ, 2 വരെയും 2.5, 2.5 കാലും 2.25, സോറി 2.25 ഇത്ര എഴുതാം. 2.25 എക്സിൻ്റെ 2.25 ഈക്വൽ ടു 99 എന്ന് എഴുതാം. എളുപ്പമാർഗ്ഗം. 2 വരെയും 2.5, 2.5യും കാല് വരെയും മുക്കാലില്ലേ, മുക്കാലെന്ന് വെച്ചാൽ 3/4. അപ്പോൾ എക്സിൻ്റെ 2.25 എന്ന് പറയുന്നതാണ് 99. അപ്പോൾ എന്ത് ചെയ്യാം, എക്സിൻ്റെ ഇതിനെ മിക്സഡ് ആക്കാം. 24 8, 8 3 11, 11/4 എന്ന് പറയുന്നതാണ് 99. ഇങ്ങനെ എക്സ് കണ്ടുപിടിക്കാൻ ഇനങ്ങ് തിരിച്ചപ്പുറം കൊണ്ടായി. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 99 ഇൻറ്റു വരയുടെ താഴെ 4 കിടക്കുന്ന ഹരിച്ചേക്ക് അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. വരയുടെ മേളിലെ 11 നടക്കുന്ന ഗുണിച്ചേക്ക് അപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഒരു 11 11, 9 11 99, 9 36. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 36 ആണ്. സംഖ്യ എന്ന് പറയുന്നത് 36 ആണ്. ഓക്കെ, ഇത് ശരിയാന്ന് നോക്കാം. ഒരു സംഖ്യ 36 ആണ്, അതിൻ്റെ ഇരട്ടി 36ൻ്റെ ഇരട്ടി എത്ര? 36ൻ്റെ ഇരട്ടി 72. ഇരട്ടിയും പകുതി 36ൻ്റെ പകുതി എത്ര? 18. ഓക്കെ, കാൽഭാഗം 36ൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ എത്ര? 9. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. 72 18 9 കൂടെ കൂട്ടാം. 72 80 90 90 പ്ലസ് 9 99. 99 വരുമെന്നില്ലേ പറഞ്ഞേ. ഇനി ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? ഈ 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് 100 വരുമെന്ന്. ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും കൂടെ ചേരുമ്പോൾ. അപ്പോൾ ഇരട്ടി പകുതി കാൽഭാഗം എന്നുള്ള പറയുന്നത് ഒരു സംഖ്യ നമ്മൾ എക്സ് എന്ന് വെളിയിലെടുത്തിട്ട് ഇരട്ടി 2, 2x എന്ന് വരെ 2 എടുത്തു, പകുതി x/2 എന്ന് വെച്ചാൽ അരയെന്ന് എടുത്തു, കാൽഭാഗം x/4 വരെ 1/4 എന്നത് 2 പ്ലസ് അര 2.5, 2.5 പ്ലസ് കാല് 2.25. എക്സിൻ്റെ 2 കൂട്ടിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റ് അങ്ങ് വിളിക്കുക. അപ്പോൾ എക്സിൻ്റെ 2.25 എന്ന് പറയുന്നതാണ് 99. ഇപ്പുറത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 36 എന്നിട്ട് സംഖ്യ. ഇതാണ് ചെയ്യാവുന്നതിൽ ഏറ്റവും എളുപ്പം. എക്സ് ടൈപ്പ് ചെയ്യാനെങ്കിൽ നല്ല ടൈം എടുക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് കയറണം. ഓപ്ഷനിൽ നിന്ന് കയറുമ്പോൾ 4 ഓപ്ഷൻസ് എടുത്തിട്ട് ആ ഓരോ ഓപ്ഷൻ്റെ ഇരട്ടി, പിന്നെ അതിൻ്റെ പകുതി, പിന്നെ അതിൻ്റെ കാൽഭാഗം, പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 100 കിട്ടുന്ന ഏത് സംഖ്യയാണോ അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനെക്കാട്ടി ഇച്ചിരി എളുപ്പം ഇതാണ് നല്ലത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 20 2/5 പ്ലസ് 30 3/10 പ്ലസ് എക്സ് ഈസിക്കൽ ടു 2√2 ദ ഹോൾ സ്ക്വയർ ആയാൽ എക്സിൻ്റെ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാനൊന്നുമില്ല, നമുക്ക് എളുപ്പം ചെയ്യാം. ഇവിടെ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇത് മിക്സഡ് ഫ്രാക്ഷൻ കിടക്കുക, ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. അതെങ്ങനെ മാറ്റുന്നത്? ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. അണ്ടേ, ഇത് ഗുണിച്ചിട്ട് ഇത് കൂട്ടുക. 25 100, 100 പ്ലസ് 2 102, 102/5 പ്ലസ് ഇത് ഗുണിക്കുക. 10 × 30 300, 300 പ്ലസ് 3 303 ഡിവൈഡഡ് ബൈ 10 പ്ലസ് എക്സ് റൂട്ടിനകത്ത് കിടക്കും. ഇത് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കണം, ഈ 2 സ്ക്വയർ റൂട്ട് ഇത് ഉള്ളിൽ വരുമ്പോൾ, ഇത് റൂട്ട് ഉള്ളിൽ വരുമ്പോൾ കാര്യം 4ൻ്റെ റൂട്ടാണ് 2. 4ൻ്റെ റൂട്ടാണ് 2. അപ്പോൾ ഈ 2 റൂട്ടിന് ഉള്ളിലോട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 4 എന്ന് പറഞ്ഞിടേണ്ടത്. 4 എന്ന് പറഞ്ഞിടേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 2 അകത്ത് ഇടുമ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു ഇവിടെ എന്ത് എഴുതാം? 4. 2 × 4 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. 2 × 4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്കിയോ, ഇനി ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഛേദം 5, ഇവിടുത്തെ ഛേദം 10 ആണ്. ഇവിടുത്തെ ഛേദം 5, ഇവിടുത്തെ ഛേദം 10 ആണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടുത്തേക്കും കൂടെ ഛേദം അങ്ങ് 10 ആക്കണം. ഇവിടെ 5 ആണ്, ഈ എക്സ് ഇവിടെ കിടന്നോട്ടെ. ഇവിടുത്തെ 10 ആണ്, ഇതിവിടെ 10 ആക്കണം. കാര്യം ഈ 5ൻ്റെയും 10ൻ്റെ LCM 10 വരും. അപ്പോൾ ഇവിടെയും കൂടെ 10 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 5 കൊണ്ട് മേളിലും താഴെ നമ്മളങ്ങ് ഗുണിക്കും. 5 കൊണ്ട് മേളിലും താഴെ ഗുണിക്കുമ്പോൾ 10 ആക്കണമെങ്കിൽ 2 കൊണ്ട്, ഈ 2 കൊണ്ട് ഗുണിക്കും. കാര്യം ഈ 5 ഈ 10 ആവണം. ഈ 5 10 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് എന്ത് വേണം? 5നെ നമ്മൾ താഴെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 5 10 ആയി. അപ്പോൾ താഴെ ഏത് സംഖ്യ ഗുണിക്കുന്നു അതേ സംഖ്യ തന്നെ മേളിലും ഗുണിക്കണം. പ്ലസ് 303 ഡിവൈഡഡ് ബൈ 10 പ്ലസ് എക്സ്
ഈക്വൽ ടു നിങ്ങൾ ഇവിടെ ഇനി പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം എന്താ ഇവിടുത്തെ ചേരം 10 ഇവിടുത്തെയും 10 ആക്കാനും വേണ്ടി ഈ 5 10 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ച് താഴെ സംഖ്യ കൊണ്ട് ഗുണിക്കണം അതിനെ മേളിലും ഗുണിക്കണം ഇവിടെ 10 ആക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം എന്തിനാ 10 ആക്കിയെന്ന് വെച്ചാൽ ഈ ചേരവായ 5ന്റെയും 10ന്റെയും LCM എന്ന് പറയുന്നത് 10 ആണ് അതിനാണ് ചെയ്യുന്നത് ഈക്വൽ ടു എന്നാണ്ടേ 8 √8 ദ ഹോൾ സ്ക്വയർ √8ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ത് ചെയ്താൽ മതി ഈ റൂട്ട് അങ്ങ് മാറ്റി ഒരു സംഖ്യയുടെ റൂട്ടിൽ കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ട് അങ്ങ് മാറ്റിയാൽ മതി ഇനി നമുക്ക് നോക്കാം നമുക്കിവിടെ കിട്ടിക്കുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും 204 102 ഗുണം 2 204 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 303 ഡിവൈഡഡ് ബൈ 10 പ്ലസ് എക്സ് റൂട്ട് ഓഫ് എക്സ് ഐ ഇസ് ഇക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് കിട്ടും ഈ √8ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ √8 ഗുണം √8 16 64 റൂട്ട് എന്ന് 8 എന്ന് കിട്ടും ഈക്വൽ ടു 8 എന്ന് കിട്ടും ഇനി ഇവിടെ ചെയ്യേണ്ടത് ഈ ഇവിടുത്തെ റൂട്ട് മാറ്റണം ഇപ്പുറത്തെ റൂട്ട് മാറ്റണം അപ്പുറത്തെ സംഖ്യയ്ക്ക് സ്ക്വയർ അങ്ങ് കൊടുത്താൽ മതി ഇപ്പുറത്തെ സംഖ്യയുടെ റൂട്ട് മാറ്റണം അപ്പുറത്തെ സംഖ്യയുടെ സ്ക്വയർ ഇപ്പം നമുക്ക് നോക്കാം ഇവിടുത്തെ രണ്ടിടത്തും ചേരങ്ങൾ തുല്യമല്ലേ ചേരങ്ങൾ തുല്യമാണ്ട് പൊതുവായിട്ട് ചേരമായ 10 എടുത്തുകൊണ്ട് നമ്മൾ എന്താണ് 204 പ്ലസ് 303 പ്ലസ് ഇവിടെ ഒരു എക്സ് ഉണ്ട് ഈക്വൽ ടു ഇവിടുത്തെ റൂട്ട് നമ്മളത് മാറ്റുക സ്ക്വയർ റൂട്ട് മാറ്റണമെങ്കിൽ ഇപ്പുറത്തെ സംഖ്യയ്ക്ക് സ്ക്വയർ അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ എത്ര എഴുതി 8ന്റെ സ്ക്വയർ എന്ന് എഴുതി ഓക്കെ ആണല്ലോ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 204 303 കൂട്ടുമ്പോൾ 507 ഡിവൈഡഡ് ബൈ 10 പ്ലസ് എക്സ് ഈക്വൽ ടു 8ന്റെ സ്ക്വയർ 64 ഇനി എന്ത് ചെയ്യണം നമുക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 507 ഡിവൈഡഡ് ബൈ 10 പ്ലസ് ചെയ്തൊക്കെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം എക്സ് ഈക്വൽ ടു ഇതിൻ്റെ ബാലൻസ് ആണ് എക്സ് ഈക്വൽ ടു 64 ഈ 504 പ്ലസ് 507 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 10 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് മൈനസ് ആവും മൈനസ് 507 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും ഇനി എന്ത് ചെയ്യണം ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അതിൻ്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു ഒന്നുണ്ട് ക്രോസ് ചെയ്താൽ മതി എക്സ് ഈക്വൽ ടു 1 ഗുണം 10 10 ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 64 ഗുണം 10 640 മൈനസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 507 എന്ന് കിട്ടും മനസ്സിലായല്ലോ ഇത് തമ്മിൽ ക്രോസ് മൾട്ടി 1 ഗുണം 10 10 64 ഗുണം 10 640 1 ഗുണം 507 ഇനി നോക്കണം ഈ 640 നിന്ന് 507 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഓക്കെ ഇവിടെ കുറയ്ക്കുമ്പോൾ 133 കിട്ടും 133 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും 133 ഡിവൈഡഡ് ബൈ 10 540 നിന്ന് 107 കുറയ്ക്കുമ്പോൾ 133 കിട്ടും 133 ബൈ 10 ഈ 133 ബൈ 10 ഓപ്ഷനകത്ത് ഇല്ല അപ്പോൾ ഈ 133നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം അപ്പോൾ നോക്കിയേ 133നെ 10 വെച്ചരിക്കുമ്പോൾ എന്തുവാ 13 10 130 ശിഷ്ടം 3 ഇനി ഹരിക്കണേ മേളിൽ പോയിന്റ് കൊടുക്കണം അവിടെ വെച്ച് കണക്ക് നിർത്തണം പൂർണ്ണമായി ഹരിച്ചു കിട്ടിയത് 13 ആണ് ഇനി എത്രനെ ഹരിക്കാണ്ട് 3നെ ഹരിക്കാണ്ട് എത്ര വെച്ച് ഹരിക്കാനുള്ളത് 10 വെച്ച് ആൻസർ 13 3/10 എത്രയാണ് 13 3/10 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇത് വേറെ കാര്യമൊന്നുമില്ല ഇപ്പുറത്ത് സ്ക്വയർ ചെയ്തുകൊണ്ട് ഈ ഇപ്പുറത്ത് സ്ക്വയർ ചെയ്യേണ്ട റൂട്ട് മാറ്റി സാധാ ഭിന്നസംഖ്യ ചെയ്യുന്നതുകൊണ്ട് ചെയ്ത് എക്സിനെ മാത്രം ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ട് ബാക്കി അപ്പുറത്തോട്ടേ കുറച്ചാൽ മതി വേറെ കാര്യമൊന്നുമില്ല നമുക്കിത് എളുപ്പം ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ 3/1/2 ഇൻറ്റു 4/1/3 ഇൻറ്റു 6/1/6 വില എത്ര ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ നമ്മൾ ആരും ചെയ്യേണ്ടത് ഇവിടെ 4/1 ഈ 4നെ നമുക്ക് നോക്കാം 3/1/2 ഇൻറ്റു 4നെ 2ന്റെ സ്ക്വയർ എന്ന് എഴുതുക 2ന്റെ സ്ക്വയർ അല്ലേ 4 ദ ഹോൾ റൈസ് ടു 1/3 ഇൻറ്റു ഇവിടെ 6നെ നമുക്ക് എങ്ങനെ എഴുതാം 2 ഇൻറ്റു 3 റൈസ് ടു എന്ത് എഴുതാം 1/6 എന്ന് എഴുതാം 2 ഇൻറ്റു 3 റൈസ് ടു 1/6 എന്ന് എഴുതാം ഓക്കെ ആണല്ലോ അപ്പം 3/1/2 ഇൻറ്റു 2 റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 1/3 ഇൻറ്റു 6നെ 2 ഇൻറ്റു 3 റൈസ് ടു 1/3 എന്തിനാ 2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ ഇവിടെ 2ഉം 3ഉം ഇവിടെ ഉണ്ട് ഈ 4നെ 2ന്റെ സ്ക്വയർ എന്ന് എഴുതി ഇവിടെ 3 ഉണ്ട് അപ്പോൾ ഈ 6നെ 3 2 ഫോമിലിട്ട് മാറ്റണം 3 2 ഫോമിലിട്ട് മാറ്റി ഓക്കെ 2 ഇൻറ്റു 3 ആണ് 6 ഇനി ഇതാ ഇക്വേഷൻ ഉണ്ടല്ലോ ഇക്വേഷൻ എന്താ a റൈസ് ടു m ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ a റൈസ് ടു mn എന്ന് പറയുന്ന ഇക്വേഷൻ m എന്നോട് ഗുണിക്കുന്നതിൽ mn a റൈസ് ടു m ദ ഹോൾ റൈസ് ടു jmn എന്ന് വെച്ചാൽ അതേപോലെ ഇത് ഗുണിക്കുമ്പോൾ എന്തോ 3 റൈസ് ടു 1/2 ഇൻറ്റു 2 റൈസ് ടു ഇത് ഗുണിക്കാം 1 ഗുണം ഈ എന്ത് ഗുണിക്കണേ 2ഉം 1/3 ഗുണിക്കും 1 ഗുണം 2 2/3 എന്ന് വെച്ചാൽ ഇത് ഇതോടെ ഗുണിക്കുക 2/3 ഇൻറ്റു ഈ 1/6 എന്തിനൊക്കെ ബാധകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
2നും ബാധക 3ക്കും ബാധക. അപ്പോൾ നമുക്ക് എഴുതുക 2⁻1/6 എന്നും കൊടുത്തു, അതേപോലെ 3⁻1/6 എന്നും കൊടുത്തു, 3⁻1/6 എന്നും കൊടുത്തു. ഓക്കെ, ഈ 1/6 രണ്ടിനും കൊടുത്തു. ഇനി എന്തുവാ, ഈ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, a⁻m × a⁻n സമം a⁻m+n. ഒരേ ബേസുള്ള സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവർ അങ്ങ് കൂട്ടിയാൽ ഒരേ ബേസുള്ള സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ ബേസ് 3 ഇവിടുത്തെ ബേസ് 3, ഒരേ ബേസുള്ള സംഖ്യ ഗുണിക്കാൻ വന്നേക്കുക. പൊതുവായിട്ട് 3 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവറായ 1/2 എന്താണ് 1/6 കൂടെ കൂട്ടാം. ഇൻറ്റു ഇവിടുത്തെ ബേസ് 2 ഇവിടുത്തെ ബേസ് 2 പൊതുവായിട്ട് ബേസായി 2 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന 2/3 എന്താണ് 1/6 കൂടെ കൂട്ടാം, 1/6 കൂട്ടാം. അപ്പോൾ 1/2 + 1/6 2/2 + 1/6 ഇങ്ങനെ എഴുതാം. ഇത്ര എഴുതിയല്ലോ. ഓക്കെ, 1/2 + 1/6. ഇവിടുത്തെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഛേദം 2, ഇവിടുത്തെ ഛേദം 6. അപ്പോൾ ഇവിടുത്തെ ഛേദങ്ങൾ എന്ത് ചെയ്യണം, ഈ 2ന്റെ 6ന്റെ LCM എടുക്കുക. 2ന്റെ 6ന്റെ LCM 6 ആക്കി ചെയ്യുന്നതാണ് നല്ലത്. കാര്യം രണ്ടിടത്തും ഛേദം ഇതിന്റെ പവർ 6 എന്ന രൂപത്തിലേക്ക് മാറ്റിയാലേ നമുക്കിത് എളുപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 2 ഇവിടെ 6 അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ കൂടെ അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം, 6 ആക്കാൻ എന്ത് ചെയ്യണം, 3 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു അത് തന്നെ മേളിലും ഗുണിക്കണം. കാര്യം എന്താ, ഈ 2ന്റെയും 3ന്റെയും LCM 2ന്റെയും 6ന്റെയും LCM എന്ന് വെച്ചാൽ 6 അപ്പോൾ ഇവിടുത്തെ 2ന്റെ 6ന്റെ LCM 6 ആയതുകൊണ്ട് ഇവിടെ 6 ഈ 2നെയും കൂടെ അങ്ങ് 6 ആക്കണം. 2നെ 6 ആക്കണേ 3 കൊണ്ട് ഗുണിക്കണം. മേളിൽ ഗുണിക്കുമ്പോൾ ഒരു 3 3 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 1/6. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 6 3 + 1 എന്ന് വെച്ചാൽ 4/6 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3⁻1/2 1/2 1/6 കൂടെ കൂട്ടുന്നത് 1/2 1/6 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് 4/6 എന്ന് കിട്ടിയത്. ഇൻറ്റു അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, 2⁻2 ഇവിടെ എത്ര 2/3 1/6. ഈ 3ന്റെ 6ന്റെ LCM എന്ന് വെച്ചാൽ 6 വരും. അപ്പോൾ ഇത് 6 അപ്പോൾ ഇത് 6 ആക്കാനും വേണ്ടി 2/3 ഈ 3 കൂടെ ഈ LCM 6 ആവണേ 2 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ ഗുണിക്കണം അതുകൊണ്ട് തന്നെ മേളിലും ഗുണിക്കണം. ഡിവൈഡഡ് ബൈ 1/6. അപ്പോൾ എത്ര കിട്ടി, 4/6 + 1/6. ഛേദങ്ങൾ രണ്ടും 6 ആയതുകൊണ്ട് പൊതുവായിട്ട് 6 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന 4 + 1 = 5/6. ഇവിടെ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് ചെയ്ത് കാണിക്കുക. കാര്യം എന്താ, ഛേദം ഇവിടുത്തെ 6 ആവാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇത് കൂട്ടുമ്പോൾ ഇത് കൂട്ടിക്കിട്ടുന്ന ഉത്തരമാണ് 5/6 എന്ന് കിട്ടി. 5/6 എന്തിനാണ് ഈ 5/6 എന്ന് വെച്ചാൽ ഇവിടെ രണ്ടിടത്തും ഛേദങ്ങൾ ഇവിടുത്തെ പവറിൻ്റെ ബേസായിട്ട് ഇവിടെ വരുന്ന സംഖ്യ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 രണ്ടും 6 ആക്കാനേ പറ്റത്തുള്ളൂ. അല്ല ഞാൻ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുവാണെങ്കിൽ ഉള്ളൊരു കുഴപ്പം, ഒരിടത്ത് വെട്ടി ചെറുതാക്കുമ്പോൾ എത്ര 2/3 എന്നും എടുത്ത് 5/6 എന്നും വരും. ഈ 2/3 5/6 രണ്ടായിട്ട് കിടക്കുന്നുണ്ട്. 2നെയും കൂടെ അങ്ങ് 6ന്റെ ഫോമിലോട്ട് മാറ്റാനാണ് ഞാനൊരു LCM കണ്ട് രണ്ടിടത്തും 6 ആക്കി മാറ്റിയത്. അപ്പോൾ ഇവിടെയും ഇവിടെ 6 ആയി, ഇവിടെ 6 ആയി. ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 3/4/6 3/4/6 നമുക്ക് ഇങ്ങനെ എഴുതാം. 3/4 എന്ന് കൊടുക്കുക. ഈ 4 ഇനി 3ന് പവറായിട്ട് കൊടുക്കണം. 4 3ന് പവറായിട്ട് കൊടുക്കാമെങ്കിൽ ബാക്കി എന്തുകൊണ്ട്, ഇങ്ങനെ അതിൻ്റെ അർത്ഥം നാടെ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 4/6 4 × 1/6 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 4/6 4 × 1/6. കാര്യം ഒരു 4 4/6 എന്ന് കിട്ടും. 4/6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 4 എന്ന് പറയുന്നത്, ഈ പറയുന്ന 4 എന്ന് പറയുന്നത് എന്താണ്, ഈ 1 × 4 4. അപ്പോൾ ഈ 4/6 3/4 1/6 എന്ന് എഴുതാം. ഇൻറ്റു അതേപോലെ തന്നെ ഈ 2 ഈ 5 2ന് പവറാട്ടം കൊടുക്കും. 5 2ന് പവറായിട്ട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റു ആണേ, കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ട്, ഈ 5/1 ഒന്നുമില്ല 1/6 ഇങ്ങനെ എഴുതാം. കാര്യം എന്താ, ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പ്രകാരം a⁻m എന്ന ഫോമിലോട്ട് എഴുതിയാൽ 1 × 4 4 4/6 1 × 5 5/6 എന്ന് എഴുതാം. ഇത്ര എഴുതാമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4/3 എന്ന് വെച്ചാൽ 81 എന്ന് കിട്ടും. 81 കാര്യം 3 9 9 27 27 × 3 81 1/6 ഇൻറ്റു 2/5 എന്ന് വെച്ചാൽ 32 വരും. 2 2 4 4 × 8 8 × 16 16 × 2 32 1/6 എന്ന് കിട്ടും. കാര്യം ഇവിടെ രണ്ടിടത്തും പവർ 1/6 കിട്ടണം. ഒരേ പവർ കിട്ടാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്.
എന്നതിന് ശേഷം ഇവിടെ ഒരു പവർ 1/6 ഉണ്ട്, ഇവിടെ ഒരു പവർ 1/6 ഉണ്ട്, ഗുണിക്കാനാണ് വന്നേക്കുന്നത്. രണ്ടിടത്തുനിന്ന് കോമൺ ആയിട്ട് പവർ 1/6 എടുത്തുകൊണ്ട് ബാക്കി എത്ര 81 × 32. 81 × 32 ഇവിടുത്തെ 1/6 ഇവിടെ 1/6 കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് 81 × 32 റൈസ് ടു 1/6 എന്ന് കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 81 32 നിങ്ങൾ ഗുണിക്കണം. 81 32 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 2592 റൈസ് ടു 1/6 എന്ന് കിട്ടും. 2000 81 32 ഗുണിക്കുമ്പോൾ 2592 റൈസ് ടു 1/6 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക, നമുക്ക് അവസാനം കോമൺ ആയിട്ടൊരു 1/6 എടുക്കണം, ആ ഫോമിലേക്ക് ഇതിനെ എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 3 റൈസ് ടു 4/6 എന്നും 2 റൈസ് ടു 4/6 എന്നും ആക്കി എടുത്തിട്ട് 3ഉം 4ഉം 3ക്ക് പവറായിട്ട് എടുക്കും, ഇവിടുത്തെ 5ഉം 2ന് പവറായിട്ട് കൊടുത്ത് നമ്മൾ 1/6 കോമൺ എടുത്താണ് ഇത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇന്ന് ചെയ്യിപ്പിച്ച കണക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ. ഓക്കെ, ബൈ.